50% മാത്രം പണം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വീടിന്റെ പണി പൂർത്തീകരിക്കാം. ബാക്കി വരുന്ന 50% നിങ്ങൾക്ക് 50 മാസം തവണകളായിട്ട് അടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് വീടിന്റെ പ്ലാനും മോഡൽസും കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഹൗസ് ഫോർ എന്ന ആപ്പ് ഡൗൺലോഡ്. നമ്മളടുത്ത് ചോദിക്കുന്നതാണ്, എടാ എങ്ങനെയുണ്ട് പടം എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോഴേക്കും അടുത്ത കൗണ്ടർ ക്വസ്റ്റ്യൻ കണ്ടിരിക്കാൻ പറ്റും. മലയാളം ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളർന്നു വരുന്ന സമയം തൊട്ട് നമുക്ക് ലോക്കലായിട്ടുള്ള മാസ് പടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ സ്ഫടികം തൊട്ട് കൗരവരൊക്കെ എടുക്കുകയാണെങ്കിൽ നേരും കാതലും എടുത്ത് നോക്കി അറിയാം. നമ്മുടെ സോക്കോൾഡ് തിയേറ്റർ ഡിസൈനിലെ കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഒരു സക്സസ് ഫോർമുലയെ ഫോളോ ചെയ്യുന്ന പടങ്ങളേ അല്ല. താരമായിട്ടുള്ള മോഹൻലാലാണ് അന്ന് തിയേറ്ററിൽ എത്തിച്ചത്. പക്ഷെ സിനിമ നല്ലതാണെന്ന് പറയിപ്പിച്ചത് ആക്ടറായിട്ടുള്ള മോഹൻലാലാണ്. അപ്പൊ ഇരട്ട നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കാണാനുണ്ടാവും. അതിന് ഏതൊരു നെഗറ്റീവ് ക്യാമ്പയിനോ ഒന്നും അതിനെ ബാധിക്കില്ല. ഈ കൊല്ലമാണ് രജനീകാന്താണ് ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പ്രൂഫ് വന്നത്, വിജയാണ് ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പ്രൂഫ് വന്നത്, ഷാറുഖ് ഖാൻ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പ്രൂഫ് വന്നത്, പിന്നെ ബാലയ അവിടുത്തെ ഫിലിം. സ്ത്രീകൾ ഭയങ്കര കോൺഷ്യസ് ആണ് ഇതിനെപ്പറ്റി. അതുകൊണ്ടാണ് അവരൊരിക്കലും ഇപ്പോൾ മഞ്ജു വാര്യർ അല്ലെങ്കിൽ നയൻതാരയൊന്നും അവരൊരിക്കലും ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയാത്തത് കൊണ്ടാണ്. ബിക്കോസ് അവർക്ക് സൂപ്പർ സ്റ്റാർ ന്യൂട്രൽ ആയിട്ടുള്ളൊരു വാക്കാത്, ജെൻഡർ ന്യൂട്രൽ ആണ്. പിന്നെ എന്തിനാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ഉപയോഗിക്കുന്നത്? ഓഡിയൻസ് തിയേറ്ററിലോട്ട് സിനിമ കാണാൻ വരുന്നില്ല എന്നതായിരുന്നു കുറേ നാളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് കൊടുത്താലും ഇവർ അക്സെപ്റ്റ് ചെയ്യോ, എന്ത് വേണം, ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാവർക്കും, പ്രൊഡ്യൂസേഴ്സിനും മേക്കേഴ്സിനും റൈറ്റേഴ്സിനും എല്ലാവർക്കും. ആ കൺഫ്യൂഷനിൽ നിന്നെല്ലാം ഈ ഉണ്ടായി 5 ബ്ലോക്ക് ബസ്റ്റേഴ്സ് പറഞ്ഞാൽ 2018 ഏറ്റവും ഗ്രോസിംഗ് മൂവിയായി മാറി മലയാളത്തിലെ. അതുപോലെ RDX സർപ്രൈസ് ഹിറ്റായിരുന്നു, കണ്ണൂർ സ്ക്വാഡ്, രോമാഞ്ചം നേരി, ഇതിലെല്ലാം ഈ സർപ്രൈസ് എന്നുള്ള ഫാക്ടർ കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഈ ബോക്സ് ഓഫീസ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്ന് പറയുന്നതിന് ഒരു മാനദണ്ഡം ഉണ്ടോ? ഈ സിനിമകളുടെ സക്സസിന് എന്തായിരിക്കും ഒരു റീസൺ ആയി തോന്നുന്നത്? ഇപ്പൊ ഇതിൽ എഴുതിയിട്ടുള്ള ലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഒരു അൺഡിസേർവിങ് ഹിറ്റ് എന്ന് നമുക്ക് ആർക്കും തോന്നുന്നില്ല. പിന്നെ ഇപ്പം പൊതുവെ പാൻ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സ്വഭാവം വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ സോക്കോൾഡ് ആക്ഷൻ ഇതാണല്ലോ എല്ലാവരുടെയും ഇൻഡസ്ട്രി ഹിറ്റും സാധനവും ഒക്കെ വരുന്നത്. നമ്മുടെ ഒരു പടവും അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വൈഡ് റേഞ്ച് കിടക്കുന്നുണ്ട്. ഇപ്പം ഇതൊരു കണ്ണൂർ സ്ക്വാഡ് ഒരു പ്രൊസീജിയറൽ നേച്ചറാണ്, നേരൊരു ലീഗൽ ഡ്രാമ എന്നുള്ളതാണ്. രോമാഞ്ചം ഹൊറർ കോമഡി, 2018 ഒരു റിയൽ ലൈഫ് സാധനം. കുറച്ചെങ്കിലും നമ്മുടെ ഇപ്പം എല്ലാവരും വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന ഒരു ഇതിന്റെ അടുത്ത് നിൽക്കുന്നത് RDX ആണ്. പക്ഷെ RDXും ഈ KGF ആൻഡ് ആ ഒരു സോണിലുള്ള പടമല്ല. കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ കുറച്ചുകൂടി മലയാളം പടം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വേറൊരു കോപ്പി ചെയ്യാൻ നോക്കുന്ന ഒരു ഫീലൊന്നും വരുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇൻഡസ്ട്രീനെ പൊതുവെ പറയുന്ന സാധനമാണല്ലോ, ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രിക്കാരും കോണ്ടന്റ് ഏറ്റവും നല്ലത് വരുന്നത് നമ്മുടെ നിന്നാണ്. അങ്ങനത്തെ കോണ്ടന്റ് തന്നെയാണ് നമ്മൾ ബ്ലോക്ക് ബസ്റ്റേഴ്സും ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ അതെല്ലാം കോണ്ടന്റ് എല്ലാം ആർട്ട് ഹൗസ് ആൻഡ് ഫ്ലോപ്പ് പടങ്ങളും ഹിറ്റായ പടങ്ങളൊക്കെ എന്താ പറയുക ഒരു വല്ല കോപ്പി ചെയ്ത് വെച്ച പോലെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു നല്ല ഇതെന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് 2023 തോന്നുന്നത്. അപ്പാർട്ട് ഫ്രം ഈ പറയുന്ന പോലെ 240 സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രശ്നമല്ലാതെ ഇയറിന്റെ ബോക്സ് ഓഫീസ് ഫിഗർ നോക്കുമ്പോൾ നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. ഒരു വൈഡ് വെറൈറ്റി ഉണ്ട്. നമുക്കൊരു ഹിറ്റുകളുടെ എണ്ണം പറയുമ്പോൾ ഈവൻ ഹിറ്റ്സ് ആയിട്ടുള്ള പടത്തിലും ത്രില്ലേഴ്സും എന്താ പറയുക റൊമാൻറ്റിക് കോമഡി ഉണ്ട്, ഫാമിലി ഡിസ്ഫങ്ഷണൽ ഫാമിലി സംഭവമുണ്ട്, എല്ലാ ഇതും ഉണ്ട്. കാതല് ഹിറ്റാണ്. അത് തന്നെ ഒരു ഭയങ്കര ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യൂഷ്വലി വേറൊരു ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല, ഈവൻ ഞാൻ വരെ അതിൻ്റെ അത് ഫസ്റ്റ് ഡേ ഇത് കണ്ടു കഴിയുമ്പം ഓക്കെ ക്രിട്ടിക്കലി എല്ലാവരും അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യായിരിക്കും, ഫേസ്ബുക്കിലും എല്ലായിടത്തും വലിയ വലിയ എഴുത്തുകളൊക്കെ വരും. പക്ഷെ ഓഡിയൻസ് ടേൺ അപ്പ് ചെയ്യും എന്നുള്ളതൊരു നമുക്കൊരു ഡൗട്ടായിരുന്നു. പക്ഷെ ആ പടം ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീനെ പറ്റി സംബന്ധിച്ചിടത്തോളം ആൻഡ് ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് നോക്കിയാലും അവർ വരും. നമ്മളീ പറയുന്ന പോലെ ഇത് എന്താ പറയുക, ഈ തിയേറ്റർ യൂഫോറിയ കൊടുത്താൽ മാത്രമേ ആള് വരൂ എന്നൊന്നുമില്ല. ലൈക്ക് എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റണം. അത് തീരെ പറ്റാത്തതുകൊണ്ടാണ് തീരെ വരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല അതും എനിക്ക് വേണേ കഴിഞ്ഞ കൊല്ലം നോക്കിയാലും ഈ സിനിമ ഒന്നും നമ്മൾ വിചാരിച്ചില്ലല്ലോ ഈ 100 crore ഫിലിംസ് ആവുന്ന.
അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം നോക്കിയാലും ആ കൂടെ എക്സ്പെക്ട് ചെയ്തിട്ട് 100 crore ഫിലിം എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഭീഷ്മ പർവ്വമായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ഹിറ്റും ഈ ജയ ജയ ഹേക്ക് ആരെങ്കിലും വിചാരിച്ചു ഇത്രയും വലിയ ഹിറ്റാവും? പിന്നെ എന്നാ താൻ കേസ് കൊടു, അതൊക്കെയായിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലത്തെ ഹിറ്റ്. അപ്പോ തല്ലുമാല ഇറങ്ങുന്നതിന് മുമ്പ് ആർക്കും അറിയില്ല എന്ത് ടൈപ്പ് ഫിലിമാണ്. അപ്പോ അത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് പറഞ്ഞാൽ ലൂസിഫറും ഭീഷ്മ പർവ്വമൊക്കെ അല്ലാണ്ട് ഭയങ്കര 100% ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടായിട്ട് പോലും ഇല്ല കഴിഞ്ഞ 5-6 കൊല്ലത്തില്. അപ്പോൾ ഇത് ഈ കൊല്ലം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മൾ വിചാരിക്കും ഈ ഫിലിം ആയിരിക്കും ഹിറ്റാവാൻ, അതേ ആവാൻ ചാൻസേ ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ, ഒരു പിടിയില്ല അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു ഇൻഡസ്ട്രി നിന്ന് പോകണമെങ്കിൽ ബ്ലോക്ക് ബസ്റ്റേഴ്സ് വേണം, ഹിറ്റായിട്ടുള്ള പടങ്ങൾ വേണം, ആൾക്കാർ തിയേറ്ററിൽ പോയി സിനിമ കാണണം. പക്ഷെ ഈ ബോക്സ് ഓഫീസ് സക്സസ് ഉണ്ടാവുന്നത് അത് വളരെ റിയാക്ഷണറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഓഡിയൻസ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് മാത്രമാണത്. ഒരു ഫിലിം ക്രിറ്റിക് എന്ന രീതിയിൽ ഞാനൊരിക്കലും ഒരു ബ്ലോക്ക് ബസ്റ്റേഴ്സിനെ കണ്ണുടച്ച് വിശ്വസിക്കാറ്. ഐ ഡോണ്ട് ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ്. അപ്പം ഞാൻ ശരിക്കും വിചാരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇപ്പോൾ ഞാനിത് സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവെ ഈയിടെയായിട്ട് കണ്ടുവരുന്നൊരു വാക്കാണ് മിഡ് എന്ന് പറയും. ജസ്റ്റ് മിഡ് പടമാണെന്ന് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ ആൾക്കാർ പറയും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ്. ഇപ്പം ഞാൻ റിയലൈസ് ചെയ്തു, ഒരു എൻറ്റയർ കാറ്റഗറി ഓഫ് സിനിമയെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ മിഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. അതായത് കാണുമ്പോൾ എല്ലാം ഉണ്ട്, ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു ടെംപ്ലേറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട് ആ സിനിമ. പക്ഷേ പ്രേക്ഷകൻ, നമ്മൾ കാണുന്നവരെ യാതൊരു രീതിയിലും ടച്ച് ചെയ്യുന്നില്ല, ഒരു അനക്കം ഒന്നും ഉണ്ടാക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ബ്ലോക്ക് ബസ്റ്റേഴ്സിലുള്ള പല സിനിമകളും അങ്ങനെയുള്ളൊരു സിനിമകളാണ്. ഹിറ്റ് എന്ന് പറയുന്ന സിനിമയിലുള്ള ഈ കാറ്റഗറിയിലുള്ളതും അങ്ങനത്തെ സിനിമകളാണ് കൂടുതൽ. പ്രത്യേകിച്ച് യാതൊരു ചലനവും ഇല്ല, നമ്മൾ കാണും ഓക്കെ കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരും. ഈ മിഡ് പടമാണ് മോശം പടത്തേക്കാളും മോശം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര തല്ലിപ്പൊളി എന്ന് നമ്മൾ പറയുന്ന സിനിമകളെക്കാളും മോശം നമ്മളെ ഒട്ടും ടച്ച് ചെയ്യാതെ ഇറക്കി വിടുന്ന സിനിമകളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നീറ്റായിരിക്കും, കാണുമ്പോൾ ഭംഗിയുണ്ടാവും, ആക്ടേഴ്സൊക്കെ അവരവരുടെ ഫങ്ഷണലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചായപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതല്ല, ചായ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു ടേസ്റ്റിന് ചായ കുടിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് റിവ്യൂ കൊടുക്കുന്ന പോലെ നമ്മൾ റിവ്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ചായപ്പൊടിക്ക് കളറുണ്ട്, മണമുണ്ട്, ഒരു സുഖമുണ്ട്. പക്ഷേ സാധനത്തിന് പ്രത്യേകിച്ച് നമുക്ക് യാതൊരു കാര്യമില്ല, അത് കുടിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മിഡ് പടങ്ങളാണ് ഏറ്റവും ഇൻഡസ്ട്രിക്ക് മോശം ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മോശം സിനിമകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ട്രോൾ ചെയ്യാനോ റോസ്റ്റ് ചെയ്യാനോ നമുക്ക് യൂസ് ചെയ്യാം. ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര്. കാരണം ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും അതിനോട്. മിഡ് പടങ്ങളോട് റെസ്പോണ്ട് ചെയ്യത്തില്ല. നമ്മൾ കുറച്ച് പെട്ടെന്ന് മറക്കും, 2 ദിവസത്തിനുള്ളിൽ 1 ദിവസത്തിനുള്ളിൽ മറക്കും അത്. ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ പോയിരുന്ന് കാണും. കാരണം അവരെ സംബന്ധിച്ച് സിനിമയ്ക്ക് പോകുന്നത് സിനിമയുടെ ക്വാളിറ്റി അളക്കാനോ അല്ലെങ്കിൽ നമ്മൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് മാത്രമല്ല, നമുക്കൊരു പാസ്റ്റ് ടൈമാണത്. നമുക്ക് വീട്ടുകാർ കുടുംബക്കാരൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാൻ, ഒരു സ്പെൻഡ് ചെയ്യാനുള്ള നമ്മുടെ നാട്ടിൽ ഒരേ ഒരു പബ്ലിക് സ്പേസ് ഉള്ളത് സിനിമാ തിയേറ്റർ, നമുക്ക് വേറെ സ്ഥലങ്ങളില്ല. അതുകൊണ്ട് കൂടിയാണ് ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നത്, അല്ലാതെ സിനിമയുടെ ക്വാളിറ്റി ഭയങ്കരമായതുകൊണ്ട് മാത്രമല്ല. എനിക്കൊരു മിഡ് പടങ്ങളുടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ. ഈ മഹാമോശം സിനിമകളുടെ എണ്ണം കൂടുമ്പോൾ ഈ പറയുന്ന മിഡ് കാറ്റഗറിക്ക് സേഫാണ്, അറ്റ്ലീസ്റ്റ് കണ്ടിരിക്കാനെങ്കിലും പറ്റുള്ളൂ എന്നുള്ള ആ ഒരു സാധനം നമ്മളെടുത്ത് ചോദിക്കുന്നതാണ്. എടാ എങ്ങനെയുണ്ട് പടം എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോഴേക്കും അടുത്ത കൗണ്ടർ ക്വസ്റ്റ്യൻ കണ്ടിരിക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് ദയനീയ അവസ്ഥയാണ്. അല്ല പക്ഷെ എനിക്കാണ് ഏറ്റവും റിവ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ട് ഈ മിഡ് ഫിലിംസ് ആണ്. ഏറ്റവും മോശം സിനിമ തലവേന പറഞ്ഞ സിനിമയ്ക്ക് നമുക്ക് കുറെ എഴുതാൻ കിട്ടും. ഈ മിഡ് ഫിലിം എഴുതുമ്പോൾ തന്നെ നമ്മൾ തന്നെ വിചാരിക്കും ഇതിനെക്കാട്ട് എത്രയോ പേരാണ് അതിൽ ബാങ്കിൽ പോയിരിക്കുന്നത്, ഞാൻ അറ്റ്ലീസ്റ്റ് പെട്ടെന്ന് വീട്ടിൽ പോകാറ്. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ തന്നെ വിചാരിക്കണം എന്തിനാണ് നമ്മൾ ഈ പ്രൊഫഷനിലോട്ട് വന്നതെന്ന്. അങ്ങനെ അതാണ് ഒരു കൊല്ലം നമ്മൾ 56 റിവ്യൂ ഉണ്ടെങ്കിൽ ഒരു 40 ഫിലിം ഇങ്ങനത്തെ ആയിരിക്കും, ബാക്കി 16 ഉണ്ടാവുള്ളൂ എന്തെങ്കിലുമൊക്കെ എഴുതാൻ കിട്ടണേ. അതിങ്ങനെ ഒരേ ലൈൻ ഒരേ സെന്റൻസ് വന്നുകൊണ്ടിരിക്കും അതേപോലെ. എനിക്ക് തോന്നിയിട്ടില്ല ഈ വർഷം നമുക്ക് എന്തെങ്കിലും തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളെ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ എന്നുള്ള. ഇത്രയും സിനിമ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ ട്രെയിലറുകൾ എടുത്ത് നോക്കുമ്പോൾ പറയുകയാണെങ്കിൽ നവംബർ ഡിസംബർ ഞാൻ ഫുള്ള് പനിയടിച്ച് ആശുപത്രി കിടന്ന മാസങ്ങളാണ്. ആ സമയത്ത് ഇറങ്ങി എനിക്ക് തിയേറ്ററിൽ മിസ്സായി പോയ സിനിമകളുടെ ട്രെയിലർ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആശ്വാസമാണ് ഫീൽ ചെയ്യുന്നത്. അതായത് എനിക്ക് യാതൊരു തരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ട്രെയിലർ കാണുമ്പോൾ ഉറപ്പുള്ള സിനിമകളൊക്കെയാണ്. ഇപ്പോൾ ചുമ്മാ നമുക്ക് കുറച്ച് ഒരു പ്രകൃതിയെ പിടിച്ചേക്കാം. ഇപ്പോൾ ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്, അപ്പം നമ്മുടെ നായകൻ എന്ത് ചെയ്യണം, നായകൻ ഒരു കട ഇട്ടോട്ടെ, അല്ലെങ്കിൽ അയാൾ ഒരു ബസ്സിൽ വർക്ക് ചെയ്തോട്ടെ, നായകൻ എന്ത് ചെയ്യായിരിക്കും യാത്രക്കാരിയായിട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞ പോലെ വെറുതെ ഈ എന്താ പറയുക പുട്ടിന് പീരിടുന്ന പോലെ ഒരു സംഭവം ബിൽഡ് ചെയ്ത് ഇറക്കുകയാണ്. ഇതിനകത്ത് ഇപ്പം നമുക്ക് ഹിറ്റായ സിനിമ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന RDX എടുത്ത് നോക്കിയാൽ
RDX നമ്മളെ ക്യാച്ച് ചെയ്യുന്ന മൊമെൻ്റ് ആ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് മാല പറിച്ചെടുക്കുമ്പോഴാണ്. ഏത് ഒരു കുഞ്ഞു കൊച്ചിനെ നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇഷ്ടമുള്ള ഒരാൾക്കാരാണെങ്കിലും ആ സീൻ അത് ചെയ്തിട്ട് പോയവനെ തല്ലി തീർക്കുന്നവരെ നമുക്ക് ആശ്വാസം കിട്ടില്ല എന്ന് പറയുന്നൊരു ഇമോഷൻ അവിടെ വർക്കാവുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇമോഷൻ ഇപ്പം നേരെടുത്ത് നോക്കുകയാണെങ്കിൽ അനശ്വരയുടെ ക്യാരക്ടറിനോട് അത് ചെയ്തൊരാൾ, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ തോറ്റുപോയൊരു നായകൻ തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എവിടെയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനത്തെ സിനിമകൾക്ക് ആൾക്കാർ തിയേറ്ററിൽ പോയിട്ടുള്ളൂ. ബാക്കി സിനിമകൾ നിഷ്കരണം എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഈ എന്താ പറയുക വേഴ്സ്റ്റ് സിനിമ എന്ന് പറയുന്ന പോലെ വേഴ്സ്റ്റ് എന്ന് പറയാൻ വേണ്ടി പോലും ആൾക്കാർ കണ്ടിട്ടില്ലാത്ത സിനിമകൾ ആൾക്കാർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ 2018 നമ്മൾ പോയി കാണുന്നതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ റിലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനത്തിനെ ആത്മാർത്ഥമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള സിനിമകളെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി ഇപ്പം പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് വരാൻ പോകുന്ന സിനിമകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ ചിരിച്ചിട്ടില്ലാത്ത പോലെ നിങ്ങളെ ചിരിപ്പിക്കാമെന്ന് പറഞ്ഞ് ഒരു അതായത് നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കാൻ പോലും പറ്റാത്ത ഏതെങ്കിലും ഒരു വേൾഡിൽ നിന്നൊരു കഥ എടുത്തുകൊണ്ട് വന്ന് വെച്ചതൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഈ വർഷം ഈ പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ കാര്യങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. പിന്നെ എന്താ പറയുക, ചില സിനിമകൾ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഹിറ്റ് പടങ്ങൾ അത് ഏത് പടത്തിൻ്റെ കൂടെ ഇറങ്ങി എന്നുള്ളത് അതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നും എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ഇതിലേ അല്ല ഈ തോന്നിയ കാര്യം ഇപ്പൊ ഞാൻ കുറഞ്ഞ സിനിമ മാത്രം തിയേറ്ററിൽ നിന്ന് കണ്ട വർഷമാണ് 23. പക്ഷേ കഴിഞ്ഞ 2 വർഷം നോക്കിക്കഴിഞ്ഞാൽ OTT-ലൊക്കെ ആയിട്ട് ഈ പടങ്ങൾ കാണുമല്ലോ. നമ്മൾ മറ്റു ലാംഗ്വേജിൽ ഈ നമ്പർ ഗെയിം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നമ്മൾ പാൻ ഇന്ത്യൻ നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ പെർഫോമൻസിൽ നമ്മൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിധത്തിൽ ഞാനൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് നമ്മൾ പറയുന്ന മുതൽ ഒരു പുതുമുഖ താരം മുതൽ പെർഫോമേഴ്സിന്റെ കാര്യത്തിലും ടെക്നിക്കൽ ക്വാളിറ്റിയുടെ കാര്യത്തിലും സ്റ്റോറി ടെല്ലിങ്ങിന്റെ കാര്യത്തിലും നമ്മൾ കമേഴ്സ്യലി സക്സസ് ആയ സിനിമ നോക്കിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു യുണീക്ക് സംഗതി ഉണ്ട്. ഇപ്പം ഞാൻ 2018 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിന്റെ ഒരു ബജറ്റ് ലിമിറ്റേഷനിൽ കൊണ്ടിട്ടാണ് നമുക്കൊരു VFX-ന്റെ കാര്യത്തിൽ ഇതെന്ത് VFX എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന മൊമെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിലുള്ളവർ ഇത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. പക്ഷെ അത് നമ്മൾ വലിയ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഇത് എന്തൊരു ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തത് എന്ന് തോന്നുന്ന, എന്നാൽ നമ്മളെ പാക്ഡ് ആയിട്ട് ഇരുത്താവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം RDX ഞാൻ OTT-ലാണ് കണ്ടത്. അപ്പോഴും അതിനൊരു കൃത്യമായൊരു തിയേറ്റർ ഡിസൈനിലാണ് ചെയ്തത്. ഒരു നമ്മളെപ്പോഴും ഈ പറയുന്ന ഏറ്റവും കമേഴ്സ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള പഴയ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ ആ സിനിമ അങ്ങനെ ഒരു അതിൽ ഞാൻ അതിനെ വിൻറ്റേജിന് ഉപയോഗിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു നമ്മളൊരു ഡാൻസ് സീക്വൻസ് അങ്ങനെ എൻഗേജിങ് ആയി നമ്മൾ നിർത്തിയിട്ടില്ല എത്രയോ കാലത്തായിട്ട്. ഇപ്പം ഡാൻസ് ഒഴിവാക്കുക ചെയ്യുന്നത്. പാട്ട് ഇതിന്റെ ഒരു പാട്ട് BG ആയിട്ടൊക്കെ പോകുന്ന മൊമെന്റിന് പകരം നമ്മളൊരു പാട്ട് ഷൂട്ട് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ഒക്കെ വരുന്ന കാലത്ത് എത്ര ഇതായിട്ട് കാണുന്നത്. അത് നമ്മൾ എൻഗേജിങ് ആണ്. അതിൽ വില്ലൻ ആണെങ്കിലും ചെറിയ റോളിൽ വരുന്ന ആളുകൾ. പിന്നെ ഈ നേരത്തെ ഈ മാല പൊട്ടിക്കുന്ന സീൻ എന്ന് പറയുന്ന സാധനം എനിക്ക് OTT-ൽ അത് അങ്ങനെ അത് മാത്രമല്ല ഒരു ഹൈ ഉണ്ടാക്കിയത്. മറ്റു പല സീനും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആ സിനിമയ്ക്ക് കൃത്യമായ പാർട്ടുണ്ട്. അതായത് ഈ മൊമെന്റിൽ ഒരു എപ്പിസോഡിക്ക് ഇതുപോലെ ഈ മൊമെന്റിൽ ഫാമിലി ഓഡിയൻസ് വർക്കാവും, അല്ലെങ്കിൽ ഈ പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ വേറൊരു ഹൈ കിട്ടും. ഇവിടുന്ന് ഇപ്പം നമ്മുടെ ഷെയ്ന്റെ ക്യാരക്ടർ തിരിച്ചു വരുന്ന സമയത്ത് അതിന് വേറൊരു മൊമെന്റ് ഉണ്ടാവും. അങ്ങനെ അത് ബാബു ആന്റണിയെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് ബാബു ആന്റണിയെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ആക്ഷൻ സീക്വൻസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു ട്രിബ്യൂട്ട് ലെവലില് ഒരു വിന്റേജ് ബാബു ആന്റണി ഫാൻസ് ആയ ആളുകളെ അത് കൃത്യമായ ഒരു പ്ലാൻ. അതേസമയത്ത് നമ്മൾ മറ്റു ലാംഗ്വേജിൽ ഈ പറഞ്ഞ ലിയോയോ ജയിലർ പോകുമ്പോൾ അത്തരം ടെംപ്ലേറ്റുകൾ അപ്ലൈ ചെയ്ത പടങ്ങളേ അല്ല ഇത്. അതിപ്പോ ഇപ്പൊ നേരും കാതലും എടുത്തു നോക്കി അറിയാം. നമ്മുടെ സോക്കോൾഡ് തിയേറ്റർ ഡിസൈനിലെ കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഒരു സക്സസ് ഫോർമുലയെ ഫോളോ ചെയ്യുന്ന പടങ്ങളേ അല്ല. പക്ഷെ അത് തിയേറ്റർ സക്സസ് ഉണ്ടാക്കിയ സിനിമയാണ്. നമ്മളത് ആളുകൾ തിയേറ്ററിൽ കയറുമോ പാക്ഡ് ആവുമോ എന്ന് പറയാം. പിന്നെ വേറെ രീതി നോക്കുമ്പോൾ വളരെ പ്രോഗ്രസീവ് ആയിട്ടാണ് ഈ സിനിമകൾ രണ്ടും നമ്മളിപ്പോ എപ്പോഴും പൊതുബോധ തൃപ്തിക്ക് അനുസരിച്ചിട്ടുള്ള സിനിമകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ 2 സിനിമകളും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ക്യാരക്ടറിലൂടെ പറയാൻ ശ്രമിച്ചത്. ഞാൻ അതിന് നായകനെ കൺവെൻഷനായി പ്രസന്റ് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. പക്ഷെ നമ്മളുടെ കമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം അനിമല് അല്ലെങ്കിൽ ജയിലർ, ലിയോ, മറ്റേ ഓരോ ലാംഗ്വേജിലെയും സക്സസ് നമ്പേഴ്സും ഈ നമ്പർ ഗെയിമും എടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടി എന്താ പറയാ വൈവിധ്യത കൊണ്ടുവരുന്ന സിനിമകളുണ്ട്. പിന്നെ പെർഫോമൻസിൽ നമുക്ക് ഭയങ്കര നോട്ടീസ് ചെയ്യാവുന്നുണ്ട്. പിന്നെ അത് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എന്തെങ്കിലും പുതിയ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. കാരണം അനിരുദ്ധ് ചെയ്ത മ്യൂസിക്കിലാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള ഓരോ സിനിമകൾ പറയുന്ന സമയത്ത് ഇവിടെ സുഷിൻ മാത്രമല്ല. രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം, ഞാൻ രോമാഞ്ചം തിയേറ്ററിൽ ഫെബ്രുവരിയിലാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏതാണ്ട് 1 വർഷം മുമ്പ് പ്രിവ്യൂ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ ഫൈനൽ ഫോം ആയിരുന്നില്ല.
ആ സിനിമ അന്ന് കണ്ട 3 പേരിൽ ഇഷ്ടപ്പെടാത്ത 2 പേരിൽ ഒരാളാണ് ഞാനും ലിസ്റ്റിനും ഉണ്ടായിരുന്നത്. നമ്മളത് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട് വന്ന സമയത്ത് എവിടെയൊക്കെയോ ഇത് സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ വരാവുന്ന രീതിയിലേക്കായോ, അതായത് നമുക്ക് ഹൈ കിട്ടിയ മൊമെന്റ് ഉണ്ടായിരുന്നു, ചിരിച്ച മൊമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ മുഴുവൻ കണ്ടു തീർന്നപ്പോൾ എന്തോ മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നിയതാണ്. പക്ഷെ നമ്മൾ അതിനുശേഷം തിയേറ്ററിൽ കാണുന്ന സമയത്ത്, പിന്നീട് OTT-യിൽ നമ്മുടെ കയ്യിലെ ഗാഡ്ജറ്റിൽ കാണുന്ന സമയത്ത് ആ സിനിമ എൻഗേജിങ് എന്റർടൈനിങ് ആയിട്ട് വരികയാണ്. ആ സിനിമക്ക് അതായത് ആ ഫിലിം മേക്കറുടെ അടുത്ത ഫിലിം ആവേശം അനൗൺസ് ചെയ്യുമ്പോൾ അതിനെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കിക്ക് ഈ സിനിമ തരികയാണ്. കാരണം അത് തിയേറ്ററിൽ വർക്കായി, എന്നാൽ അതുകൊണ്ട് കണ്ടാൽ എനിക്കിനി വീണ്ടും വർക്കാവും എന്ന രീതിയിലല്ല കാണുന്നത്. നമ്മളത് ഫ്രഷായി കാണുമ്പോൾ തന്നെ ആ സിനിമ കണക്ട് ആവുകയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലാഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയുന്ന സാധനം ഇത് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്തോ, എവിടെയോ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി നമ്മളത് വീണ്ടും ഡിറ്റാച്ച് ചെയ്ത മൊമെന്റ് ഉണ്ടായോ എന്നുള്ളതാണല്ലോ. ഈ മലയാളത്തിന്റെ ഈ സാധനം ഇപ്പൊ നേരുവരെയുള്ള സിനിമകളുടെ സക്സസ് നോക്കി കഴിഞ്ഞാൽ നേരത്തെ പോലെ ഡിസേർവിംഗ് ആണ് തിയേറ്ററിൽ എന്ന് തോന്നാവുന്ന തരത്തിലുള്ളൊരു ഫാക്ടർ അതിൽ വർക്കായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഓഡിയൻസിന് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരേ തരം സിനിമകളല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റു ഭാഷകളിലുള്ള ഈ പറയുന്ന 1000 crore റേസിലുള്ള സിനിമകളുടെ അവരുടെ സൂപ്പർ സ്റ്റാറിന്റെ ലെവൽ. കാരണം നമ്മള് മറ്റേ KGF-ന്റെ അല്ലെങ്കിൽ സീക്വൽ നോക്കുവാണെങ്കിൽ ഇവരിനി ഒരു സാച്ചുറേഷൻ പോലെ ഇനി ഏത് തരം ഗൺ ഉപയോഗിക്കും, ഒരു മാസ് ഫയറിംഗ് നടത്താൻ വേണ്ടിയിട്ട്. കാരണം ഈ KGF 2-ലൊക്കെ മോട്ടോർ ഗണ്ണ് ഏതൊരു സിനിമയില് സൽമാൻ ഖാനും കണ്ട് ടാങ്ക് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് ടാങ്ക് എടുത്ത് വരുന്ന സിനാരിയോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പം വീണ്ടും ഇത് മറ്റേ അണുബോംബ് ഇട്ട് തീർക്കാൻ പറ്റില്ല അല്ലേ, ആറ്റം ബോംബ് ഇടുക എന്നുള്ളതല്ലാതെ ഇനിയിപ്പോ ഓപ്ഷൻ ഇല്ലല്ലോ. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ മീഡിയോക്കർ എന്ന് പറയുന്നത്, മീഡിയോക്കർ ആയിട്ടുള്ള സിനിമ ഇപ്പൊ ഇതെങ്ങനെ സക്സസ് ആയി എന്നൊക്കെ തോന്നുന്ന ചിലപ്പോൾ OTT കാണുമ്പോൾ തിയേറ്റർ പോകുമ്പോൾ ഇതെങ്ങനെ ആളുകൾക്ക് കണക്ട് ആയി തോന്നും. പിന്നെ നമ്മളിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ആളുകൾ ചിരിക്കുന്ന സിനിമ കാണാം, തൊട്ടടുത്ത് ആളുകൾ കണ്ണു നിറഞ്ഞിരിക്കുന്ന സിനിമ കാണാം. അത് ഞാനിപ്പോഴും പേഴ്സണലി അതിനൊരു ആപേക്ഷിക സംഗതി ഉണ്ടെന്നത്. പേഴ്സണൽ വ്യൂവിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിലുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തതും അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ എയറിലാവാൻ പോകുന്ന സംഗതികൾ ഉണ്ടാകുന്നില്ല. കാരണം നമ്മളുടെ പേഴ്സണൽ വ്യൂവിങ്ങിൽ ഭയങ്കര പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്നാൽ വാരിക്കോരി കൂടെ നിന്ന സിനിമകളുണ്ടാവും. പിന്നെ ചിലപ്പോൾ നമ്മൾ തന്നെ കാണുമ്പോൾ പിന്നീട് വർക്കാവാത്ത സിനിമകളുണ്ടാവും. പിന്നെ ഈ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയോ മേക്കിങ്ങിലെ ക്വാളിറ്റി, കഥ പറച്ചിൽ രീതി, ഇതൊന്നും ഒരു തരത്തിൽ സർപ്രൈസ് അല്ലാതെ നമ്മൾ ഇത് തന്നെയല്ലേ 10 പ്രാവശ്യം കണ്ടത് എന്ന് മറ്റു പല സിനിമകളോടും സാമ്യം തോന്നുന്നു ഭയങ്കര സക്സസ് ആയിട്ടുള്ള സിനിമ ഉണ്ടാവും. തിയേറ്ററിൽ അങ്ങനെ ഒരു എനിക്കൊന്നൊരു മീഡിയോക്കർ ഫിലിമൊക്കെ സക്സസ് ആവുന്ന സാഹചര്യത്തിൽ ഒന്നും മാറ്റം വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന വലിയ ബോക്സ് ഓഫീസ് സക്സസ് നോക്കുമ്പോൾ അത് ഡിസേർവ് ചെയ്യുന്ന സക്സസ് ആണെന്ന് തോന്നുന്നൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. അല്ല, ഈ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകുന്നു. കാരണം ഇപ്പം മലയാളത്തിലെ ഒരു സെറ്റ് പാറ്റേൺസിലുള്ള ഇത്രയും വലിയൊരു സ്റ്റാർ, ഇത്രയും വലിയ ബാനർ നമ്മളിങ്ങനെ ഇറക്കിയാൽ അല്ലെങ്കിൽ ഒരു ഫോർമുല നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹിറ്റ് ഉറപ്പാണ് എന്നുള്ള ഒരു രീതി മാറുന്നത് തന്നെ ആ സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ രോമാഞ്ചത്തിൽ കുറേ പുതിയ കുട്ടികളും അർജുൻ അശോകനും സൗബിനും ആണ് ഉള്ളത്. ഇപ്പോൾ RDX, അപ്പോൾ ഇപ്പോൾ 2018 എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായത് ഇപ്പോൾ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആസിഫോ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബിനോ പോലെയുള്ള സ്റ്റാർസിനെ വെച്ചോണ്ടല്ല, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസനെ പോലെയുള്ള സ്റ്റാർസിനെ വെച്ചോണ്ടല്ല. ആ സിനിമയുടെ മെറിറ്റ് അനുസരിച്ച് ആളുകൾ സിനിമ കാണുന്നു. ഇനി ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്റ്റാർസിൻ്റെ ഒരു ഹിറ്റുണ്ട്, അടുത്ത പടം ഹിറ്റാവണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ആളുകൾക്ക് നല്ല ഒരു ക്ലീൻ മനസ്സുമായിട്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത്. സിനിമ നല്ലതാണെങ്കിൽ അവർ അതിനെ സപ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അതിനെ തള്ളിക്കളയും എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. അപ്പോൾ അത് തന്നെയല്ല, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രണയവിലാസം, ഇപ്പോൾ കാതൽ, മധുരമനോഹര മോഹം എന്ന് പറയുന്ന സിനിമയൊക്കെ ഹിറ്റാവുന്നത് ഒരു നല്ല ഒരു ട്രെൻഡ് തന്നെയാണ്. ഇപ്പോൾ നേര് കളക്ട് ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെയോ ആളുകൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മമ്മൂക്കയെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും വൈവിധ്യമാർന്ന റോളുകൾ ചെയ്തു വന്നിട്ടുള്ള ഒരു ആക്ടർ എന്തുമാത്രം പുതിയ വേരിയേഷൻസ് ആണ് ക്യാരക്ടേഴ്സിൽ എക്സ്പെരിമെൻ്റ് ചെയ്യണം. അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും
ഒരു ഓഡിയൻസിനെ ഒരു ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആക്കി ഒരു ആക്ടറിനും എടുക്കാൻ പറ്റില്ല. എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ ഇൻഡസ്ട്രിക്ക് നല്ലതാണ്, ആക്ടേഴ്സിനും നല്ലതാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സും ഉണ്ടായിട്ടുണ്ട്. അവർ വ്യക്തമായ പ്ലാനിങ്ങുകളോടുകൂടി സിനിമ ഇറക്കുന്നുണ്ട്, നല്ല കണ്ടന്റിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്. അതൊരു നല്ല സൈനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഫിലിംസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ ഇരട്ട നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു ഫിലിമായിട്ട് തോന്നുന്നു. ഇപ്പോൾ OTT റിലീസ് ചെയ്തതിന് പുരുഷപ്രേതത്തിന് കിട്ടിയ അപ്രീസിയേഷൻ. അപ്പോൾ അജു ചെയ്ത ക്രൈം ഫയൽ ആ ഫിലിമിന് സീരീസിന് കിട്ടിയ അപ്രീസിയേഷൻ. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കാണാനുണ്ടാവും. അതിന് ഏതൊരു നെഗറ്റീവ് ക്യാമ്പയിനോ ഒന്നും അതിനെ ബാധിക്കില്ല. നല്ല സിനിമയാണോ ആളുകൾ കാണും. അതിന് സ്റ്റാർസ് വേണമെന്നില്ല. ഇനി സ്റ്റാർ ആണെന്ന് വെച്ചുകൊണ്ട് അവരുടെ സിനിമകൾ കാണണമെന്നില്ല എന്നുള്ളതാണ് പല സിനിമകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. നല്ലൊരു ട്രെൻഡാണ്. ഇത്തവണ വന്നിട്ടുള്ള ഈ KGF റെപ്ലിക്കകളൊന്നും നിലനിർത്തിട്ടില്ല. ഒരിക്കലും നമ്മൾ പാറ്റേൺ ലൈക്ക് കോപ്പി ചെയ്യുന്നത് വർക്ക് ആവുന്നില്ല. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഒറിജിനൽ ആൻഡ് റൂട്ടഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. കാരണം മലയാളം ഇൻഡസ്ട്രിയുടെ നേച്ചർ അതല്ലേ. മലയാളം ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളർന്നു വരുന്ന സമയം തൊട്ട് നമുക്ക് ലോക്കൽ ആയിട്ടുള്ള മാസ് പടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ സ്ഫടികം തൊട്ട് കൗരവരൊക്കെ എടുക്കുകയാണെങ്കിൽ റൂട്ടഡ് ആണ്. അക്ലൈംഡ് ആയിട്ടുള്ള കുറച്ച് സിനിമകളുണ്ടല്ലോ. ഈ സിനിമകളുടെ ബിസിനസ് സാധ്യതകളിലാണ് ഇത് ഭയങ്കര. ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നില്ല. എൻഡ് ഓഫ് ദി ഡേ ഇവിടെ മലയാളി ഓഡിയൻസിന്റെ നേച്ചർ പറഞ്ഞ പോലെ ഇവര് തിയേറ്ററിൽ പോയി സിനിമ കണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പല തലമുറകളായിട്ട് തിയേറ്ററിലെ മാജിക്കിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരം സിനിമകൾക്ക് ഈ തിയേറ്ററിലൊരു റിസീവിങ് വരാത്ത പക്ഷം ഇനി ഇങ്ങനത്തെ സിനിമകൾ എന്നതൊരു പ്രൊഡ്യൂസർക്കോ മേക്കർക്കോ അതൊരു ചോദ്യചിഹ്നമായി മാറുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇത്രയും സിനിമകൾ ഇറങ്ങുന്ന ഈ ഒരു ടൈമില്. അല്ല, അതില് ഈ നൻപകൽ നേരത്ത് മയക്കം, എനിക്കൊന്ന് നൻപകൽ നേരത്ത് മയക്കം തിയേറ്ററിൽ കുറച്ച് വർഷം മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ ഉണ്ടാവില്ലായിരുന്നു. കാരണം ഓഡിയൻസ് കുറച്ചുകൂടി OTT-യിൽ ഇത്തരം സിനിമകൾ കണ്ടതുകൊണ്ടൊക്കെ എനിക്കൊന്ന് ഈവൻ പുരുഷപ്രേതം തിയേറ്റർ റിലീസ് അല്ലായിരുന്നല്ലോ. പുരുഷപ്രേതം റിലീസ് ആണെങ്കിൽ അതിനൊരു ഓഡിയൻസിനെ കൂടുതൽ കിട്ടിയേനെ, വേറെ രീതിയിൽ കിട്ടിയ. കാരണം അതായത് നൻപകൽ നേരത്ത് മയക്കത്തിന്റെ ടീസറൊക്കെ കണ്ടപ്പോൾ തന്നെ ഇതിന്റെ സിനിമയുടെ മൂഡ് എന്താണെന്ന് അറിയാം. അതൊരിക്കലും ഒരു കണ്ണൂർ സ്ക്വാഡോ ഭീഷ്മോ അല്ല എന്ന് ആളുകൾക്ക് അറിയാം. എന്നിട്ടും അതിനൊരു ഇനീഷ്യൽ റണ്ണ് കിട്ടുകയാണ്. അത് റിപ്പീറ്റ് ഓഡിയൻസിൽ കണ്ടാൽ ഞാൻ അതിന്റെ പിന്നെ ഇനീഷ്യൽ ഡേ ഫസ്റ്റ് ഷോ കാണുന്ന സമയത്ത് എന്ന് വെച്ചാൽ അത് പാക്കഡായ ആളുകളാണ് അവിടെ കാണുന്നത്. ശരിക്കും നമ്മൾ കയ്യൊപ്പോ അല്ലെങ്കിൽ നേരത്തെ മമ്മൂട്ടി മോഹൻലാൽ ഈ സമയത്ത് നമ്മൾ സമാന്തര സിനിമ അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നറിയിപ്പ് പോലത്തെ സിനിമ അതിനൊന്നും ഇങ്ങനെ പാക്കഡ് ഓഡിയൻസിനെ കിട്ടില്ലായിരുന്നു. ഇപ്പൊ റൊഷാക്ക് പോലത്തെ ഒരു സിനിമയെ സംബന്ധിച്ചോളം പാക്കഡ് ഓഡിയൻസിലാണ് വർക്ക് ആവുന്നത്. അത് ചിലപ്പോൾ മറ്റു കമ ഇപ്പൊ RDX പോലെയോ ഭീഷ്മോറും പോലത്തെ ഒരു ഇപ്പൊ പറയാവുന്ന ലോങ് റൺ ഒരു 4 വീക്ക് 5 വീക്സ് കിട്ടില്ലായിരിക്കാം. പക്ഷെ താരതമ്യേന ഓഡിയൻസ് കൂടുകയാണ് ചെയ്തുള്ളത്. പിന്നെ ഇവർക്കും ഇത് തിയേറ്ററിൽ പരീക്ഷിച്ച് നോക്കില്ല. ഇപ്പൊ കാതൽ എന്ന് പറയുന്നതിന് സിനിമ 50-ാം ദിവസം വരെ തിയേറ്ററിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഓപ്പോസിറ്റ് വന്ന സിനിമകൾ നോക്കും, വലിയ സിനിമകളല്ലേ ഓപ്പോസിറ്റ് വന്ന്. ഇപ്പോഴും തിയേറ്ററിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഓരോ ഭാഷയിലുള്ള വലിയ മാസ് മെഗാ ഹിറ്റുകളെ വെച്ച് നോക്കുന്ന സമയത്ത് തിയേറ്ററിന്റെ പക്കാ തിയേറ്റർ ഡിസൈനിലല്ലാതെ ഈ പറയുന്ന കൃത്യസമയത്ത് പാട്ട്, കൃത്യസമയത്ത് ആക്ഷൻ, അങ്ങനെ ഒരു പാക്കേജ് സിനിമകളിലല്ലല്ലോ അത് വരുന്നത്. അത് പോസിറ്റീവ് സൈനായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അഗൈൻ തിയേറ്റർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തെലുങ്കിലെയോ അല്ലെങ്കിൽ തമിഴിലെയോ ഡിസൈൻ അല്ലല്ലോ നമ്മുടെ മലയാളം. അല്ല അപ്പം ഒരു പക്ഷേ ഞാൻ കാതൽ കണ്ടിട്ടില്ല. നമ്മൾ ലാസ്റ്റ് 10 years നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പം എപ്പോഴും പറയുന്ന ഒരു റെഫറൻസ് ആകാശദൂത് ഇപ്പൊ വന്നാൽ 100 days ആവുമോ എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പൊ നമ്മളിത് കുറച്ചുകൂടി ഇമോഷണൽ ഡ്രാമ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞ ആളുകൾ കുറച്ചുകൂടി സങ്കടപ്പെട്ടോ പിന്നെ കരഞ്ഞോ ഒക്കെ ഇരിക്കാവുന്ന സിനിമകൾക്കാള് കാഴ്ച ഒരു സമയത്ത് ആ സമയത്ത് ഇൻഡസ്ട്രി വളരെ ലോ എബിൽ നിൽക്കുന്ന സമയത്താണ് കാഴ്ച വരുന്നത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ഞാൻ സ്കൂളിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം പോയി കണ്ടിട്ട് ഒരു ഭയങ്കര ഇമോഷണലായി വന്ന് ഞങ്ങളുടെ അടുത്ത് നല്ല സിനിമയാണെന്നൊക്കെ പറഞ്ഞ സിനിമ. അതുകൊണ്ട് കാഴ്ചയ്ക്ക് ആ സമയത്ത് ഓഡിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കാതലിന് ഈ സമയത്ത് ഉണ്ടാവുന്നതിലൊരു അത്ഭുതം ഉണ്ടോ എന്നുള്ളത് എനിക്ക്
അല്ല എനിക്ക് കാതലിന്റെ ഇതിൽ ഡിബേറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ അറ്റൻഷൻ സ്പാൻ അങ്ങനത്തെ കുറെ ഇതുണ്ടല്ലോ. ഇപ്പം നേരത്തെ മനുഷ്യരുടെ പറഞ്ഞില്ലേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുത്തി നിറയ്ക്കേണ്ട ഒക്കെ ഒരു അവസ്ഥ വരുന്നുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കൂല, ഇത് അറ്റൻഷൻ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഒരു സമയത്താണ് സ്റ്റാറ്റിക് ഷോട്ടും ഒരു ഷോട്ട് തന്നെ കട്ടിനൊക്കെ നല്ല ടൈം എടുത്തിട്ടുള്ളൊരു പടത്തിന് ഇങ്ങനെ ആക്സെപ്റ്റൻസ് കിട്ടുന്നത്. അപ്പം കയ്യടിയോടെ സിനിമ അവസാനിക്കുന്നു എന്നുള്ളതും ഒരു സംഭവം അത് അന്നേരം അതൊരു ഹോപ്പ് തന്നെയാണ്. ഓഡിയൻസ് സെൻസിറ്റീവ് ആണ്, അവർക്കറിയാം. നമ്മൾ കുറേയൊക്കെ നമ്മൾ ഓഡിയൻസിനെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടുകൂടിയാണ് വേറൊരു കൈൻഡ് ഓഫ് സിനിമകൾ വരുന്നതെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നത് ഓഡിയൻസ് കൂടുതൽ മെച്ചപ്പെട്ട ഓഡിയൻസിലേക്കാണല്ലോ വരുന്നത്. നമ്മുടെ ഇവിടെ നോക്കും, കാരണം ഇവിടെ വൈവിധ്യതയുള്ള സിനിമകൾ തന്നെയാണ് കാണുന്നത്. ഇപ്പം പിന്നെ ഏജ്, അതായത് 2 ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് ഇതെല്ലാം ഞങ്ങൾക്ക് വർക്കായി, ഇത് ഞങ്ങൾക്ക് ഇപ്പം അത് വലിയ തോതിൽ ഡിസ്കഷൻ ആയി. ഇപ്പൊ എന്നും നിന്റെ മൊയ്തീനും പ്രേമവും പറയുന്നുണ്ടായിരുന്നു. എന്നും നിന്റെ മൊയ്തീൻ ഒരുപാട് പേര് ഏറ്റെടുത്തു. അപ്പം ചെറുപ്പക്കാർ പറയാണ് പ്രേമമാണ് അവരുടെ. ഈ പറയുന്ന ഒരു ജനറേഷൻ ഗ്യാപ്പ് സിനിമകൾ ഉണ്ടല്ലോ എല്ലാ കാലത്തും. ഇപ്പം തല്ലുമാല നാത്താൻ കേസൂടായിരുന്നു ആ സമയത്ത്. തല്ലുമാല യങ്സ്റ്റേഴ്സിനാണ് കൂടുതൽ വർക്കായത്. അങ്ങനെ ഇപ്പൊ രോമാഞ്ചത്തിലും അതാണ്. രോമാഞ്ചം എന്ന് പറയുന്നത് ഇപ്പൊ OTT വന്ന സമയത്ത് ഈ സിനിമയാണോ കേരളത്തിൽ ഓടിച്ചത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതെ, 50% മാത്രം പണം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വീടിന്റെ പണി പൂർത്തീകരിക്കാം. ബാക്കി വരുന്ന 50% നിങ്ങൾക്ക് 50 മാസത്തിൽ തവണകളായിട്ട് അടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് വീടിന്റെ പ്ലാനും മോഡൽസും കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഹൗസ് ഫോർ എന്ന ആപ്പ് ഡൗൺലോഡ്. സിനിമയുടെ സക്സസ് എന്നുള്ള ഫാക്ടറിൽ ഇപ്പോഴും മലയാളം ഇൻഡസ്ട്രി ആവട്ടെ തമിഴാവട്ടെ സീനിയർ ആക്ടേഴ്സിന് സ്റ്റാർസിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു ഗംഭീര ഫേസിലൂടെയാണ് കരിയർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവെന്നാണ് നേര് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ജയിലറിൽ രജനീകാന്തിന്റെ കംബാക്ക് എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വിക്രമിൽ കമൽഹാസൻ തിരിച്ച് ഈ സീനിയർ ആക്ടേഴ്സിനെ സ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മുടെ ഇൻഡസ്ട്രിക്ക് പുതിയ സ്റ്റാർസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് പുതിയ ആളുകളെ എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ സ്റ്റാർസിനെ ഭയങ്കരമായിട്ട് സീനിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ ഇൻഡസ്ട്രി കമേഴ്ഷ്യൽ സക്സസിന് വേണ്ടിയിട്ട്? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഈ സ്റ്റാർസ് ചെയ്യുന്നതൊരു നമ്മുടെ സോ കോൾഡ് സ്റ്റാറി പടങ്ങളായിരുന്നു എങ്കിൽ അത് പറയായിരുന്നു. അതായത് ഒരു ഈ പറയുന്ന പോലെ നരസിംഹം, ഹാങ് ഓവർ ഒക്കെ ഉള്ള പടങ്ങളാണ് ലാലേട്ടൻ ഇപ്പോഴും ചെയ്യുന്നത്, അതാണ് ഹിറ്റ് ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമുക്കതൊരു ആൻസൈറ്റി പോലെ പറയണമെങ്കിൽ പറയാം. പക്ഷെ പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പം കണ്ണൂർ സ്ക്വാഡ് എടുത്തു കഴിഞ്ഞാൽ മമ്മൂക്ക ചെയ്ത ക്യാരക്ടറിന് ബാക്ക് സ്റ്റോറിയോ അങ്ങനെയൊന്നും ഇട്ട് പൊലിപ്പിക്കാനൊന്നും നിന്നിട്ടില്ല. ഡയറക്റ്റ് അതിലേക്ക് പോവാണ്. കാതൽ ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഇപ്പം നൻപകൽ എടുത്താലും അങ്ങനെ. ഇപ്പം നേര് ലാലേട്ടൻ ചെയ്യുന്ന സമയത്ത് വളരെ എന്താ പറയാ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയൊക്കെ അല്ലേ അവർ ചെയ്യുന്നത്. അതന്നെ. അപ്പം പറഞ്ഞ പോലെ സ്റ്റാർസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഓഫ് കോഴ്സ് അവരുടെ ആ ലെഗസിയും ഇതും എല്ലാം ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ഫാക്ടറാണ്. ബട്ട് സ്റ്റിൽ ഇപ്പം എനിക്ക് തോന്നുന്നു തല്ലുമാലയ്ക്കൊക്കെ ഇനീഷ്യൽ നല്ല റഷ് ഉണ്ട്. അപ്പോൾ അത് ടോയിനോ ഒരു പുതിയ ആളും അങ്ങനെയൊന്നും എന്നുള്ളതല്ലല്ലോ. നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഇതൊരു ഇതാണ്. എത്രത്തോളം കറക്റ്റ് ഓഡിയൻസിന് കറക്റ്റ് ഇതിൽ ഡോസിൽ അത് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ഒന്ന് അതൊക്കെ കൂടെ ആയിക്കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ സ്റ്റാറിനെ ഓവർലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാറിനെ അല്ലല്ലോ ശരിക്കും ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ അല്ല ആക്ടറാണ് പുറത്ത് വന്നിട്ടുള്ളത്. കാതൽ, നൻപകൽ നേരത്തെ നയിക്കുന്ന നേര്, ഏത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അതിലൊക്കെ ആക്ടേഴ്സിനെ തന്നെയല്ല നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. മേ ബി ജയിലറിലുള്ള ലാലേട്ടന്റെ കേമിയോനെ മാത്രമേ വേണമെങ്കിൽ ഒരു സ്റ്റാർ എന്നുള്ള ഇതിൽ ടാഗിൽ പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ആക്ടറിനെ തന്നെയാണ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് വേണം മലയാളത്തിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്. കാരണം ഈ കൊല്ലമാണ് രജനീകാന്താണ് ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പ്രൂഫ് വന്നത്, വിജയാണ് ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പ്രൂഫ് വന്നത്, ഷാറുഖ് ഖാൻ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പ്രൂഫ് വന്നത്, പിന്നെ ബാലയ്യ അവിടുത്തെ ഫിലിം സൂപ്പർ ഹിറ്റായി. പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഈ മാസ് ഫിലിംസിലും ഈ കൊല്ലം മാസ് പ്ലസ് വോക്ക് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നി. എനിക്ക് മലയാളത്തിൽ മാത്രമല്ല അതെല്ലായിടത്തും റോക്കിയോ റാണിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഡങ്കി ആണെങ്കിലോ ജവാൻ ആണെങ്കിലോ, സോ അതിന്റെ ഒരു കോമ്പിനേഷൻ അത് ഇതിൽ ആക്ച്വലി ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ ഉണ്ട് ബാലയുടെ ഫിലിമിൽ. അപ്പോ പ്രീച്ചിങ് അത് ആ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത സീനിൽ പോലും എവിടെ നിന്നോ ഒരു സീൻ ഉണ്ടാക്കി അങ്ങനത്തെ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ
മാസ് പ്ലസ് മസാല പ്ലസ് വോക്ക്. അപ്പൊ ഇത് മൂന്നും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണം ഹിറ്റ് ആവുന്ന തോന്നുന്നു. എല്ലാം സോഷ്യൽ മീഡിയയും സപ്പോർട്ട് ചെയ്യും, മാസസ് സപ്പോർട്ട് ചെയ്യും, അങ്ങനത്തെ ഒരു അതർ ലാംഗ്വേജ്. പക്ഷെ അതില്ലാത്ത കിസി കി ബായ് കിസി കി ജാൻ, മറ്റേ ടൈഗർ 3, അതിനൊന്നും സോഷ്യൽ മീഡിയയിലും ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ രണ്ടും വേണം തോന്നുന്നു എനിക്ക്. മെയിൽ സ്റ്റാർസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ഥിരമുള്ള പരിപാടിയാണ് ഇവിടെ ഉണ്ട്, അതില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. മെയിൽ സ്റ്റാർസ് ഡിപ്പെൻഡൻ്റ് ആണ് ഒരു ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നതും ഒരു മാർക്കറ്റിൻ്റെ കൺസ്ട്രക്ഷനാണ്. പാൻ ഇന്ത്യ പോലെ ഒരു സംഗതിയാണ്. സ്റ്റാർ വേണം. സ്റ്റാർ എന്തിനാന്ന് വെച്ചാൽ ആൾക്കാരെ പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഉണ്ടാക്കിയൊരു പരിപാടിയാണ്, ആൾക്കാരെ പുള്ളിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാർസ് ഇവിടെയും ഡിപ്പെൻഡൻ്റ് ആണ് ഏറെക്കുറെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ അത് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ താഴെ വരുന്ന ഒരു കൂട്ടം സ്റ്റാർസ് ഉണ്ട്. പലരും പല രീതിയിലുള്ള സ്റ്റാർസ് ആയിരിക്കും. എന്നിരുന്നാൽ പോലും സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇറ്റ്സ് വെരി മച്ച് അലൈവ്. അതുണ്ട് നമ്മുടെ ഓഡിയൻസ് എത്രമാത്രം മാറുന്നു പറയുമ്പോഴും സ്ത്രീകൾ ഭയങ്കര കോൺഷ്യസ് ആണ് ഇതിനെപ്പറ്റി. അതുകൊണ്ടാണ് അവരൊരിക്കലും ഇപ്പോൾ മഞ്ജു വാര്യർ അല്ലെങ്കിൽ നയൻതാരയൊന്നും അവരൊരിക്കലും ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയാത്തത് കൊണ്ടാണ്. ബിക്കോസ് അവർക്ക് സൂപ്പർ സ്റ്റാർ ഇസ് ന്യൂട്രൽ ആയിട്ടുള്ളൊരു വാക്കാത്, ജെൻഡർ ന്യൂട്രൽ ആണ്. പിന്നെ എന്തിനാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ഉപയോഗിക്കുന്നത്? ബിക്കോസ് ദേ ആർ അവെയർ, അവർ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇതൊരു മെയിൽ സൂപ്പർ സ്റ്റാർ, മെയിൽ സ്റ്റാർ ഇൻഡസ്ട്രിയാണ്, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ ഞാനിനി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇംപൊളൈറ്റ് ആവുമോ, അതുകൊണ്ട് കിടക്കട്ടെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ. ലേഡി സൂപ്പർ സ്റ്റാർ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറിന് പുല്ലിംഗവും സ്ത്രീലിംഗവും ഒന്നുമില്ല. സൂപ്പർ സ്റ്റാർ ഇസ് സൂപ്പർ സ്റ്റാർ. ഇപ്പോൾ റോക്ക് സ്റ്റാർ എന്ന് പറയുമ്പോൾ ലേഡി റോക്ക് സ്റ്റാർ എന്ന് നിങ്ങൾ പറയും. അപ്പോൾ അത് വെരി മച്ച് ഇതിനകത്തുണ്ട്, ഇറ്റ്സ് അലൈവ്. അതില്ല നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. ഞാനത് സ്റ്റാർ ആക്ടർ എന്നുള്ള ഇത് അങ്ങനെയല്ല, ലൈക്ക് ഈ ഹൈറാർക്കി പറയുന്നുണ്ടല്ലോ, ഇത് സീനിയർ മെയിൽ സ്റ്റാർസ് ആൻഡ് ആ രീതിക്കല്ലേ റാൽഫ് ചോദിച്ചത്. ഇത് മമ്മൂട്ടി മോഹൻലാലിനെ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതോ ടോവിനോ അവരേക്ക് നമ്മൾ വിശ്വസിക്കുന്നില്ലേ എന്നുള്ള ചോദിച്ചത് പറഞ്ഞത്. പല കൈൻഡ് ഓഫ് സ്റ്റാർസിൽ നമ്മൾ ഡിപ്പെൻഡ് ഡെഫിനറ്റ്ലി. അത് മെയിൽ സ്റ്റാർസ് ആണെന്നുള്ളതാണ് അതിനകത്തൊരു കോമൺ ആയിട്ടുള്ളൊരു എലമെന്റ്. ഈ ഫാൻസുകാർ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പം ലാലേട്ടൻ ഇതിനു മുമ്പ് കുറേ സിനിമകളിൽ തിരിച്ചു വന്നു, മമ്മൂക്ക തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോയി പറയാൻ പറ്റുന്നില്ലല്ലോ, വാദിച്ച് ജയിക്കാൻ പറ്റുന്നില്ലല്ലോ. അവർക്ക് ചിലപ്പോൾ ഈ ഹിറ്റ് ഉണ്ടാവുന്ന സീനിയർ താരങ്ങളുടെ സിനിമ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടാവും. പക്ഷേ താരമുള്ളത് കൊണ്ട് മാത്രം ഹിറ്റാവുന്നു, അല്ലെങ്കിൽ നമ്മൾ പോയി കണ്ട് ഹിറ്റാക്കിയേക്കാം, അങ്ങനെ ഒരു സാധനമില്ല. ഇപ്പോൾ ലാലേട്ടൻ്റെ പടം ആയതുകൊണ്ടാണ് ഞാൻ റിവ്യൂലും പറഞ്ഞത് അതാണ്, മോഹൻലാലാണ് എന്നെ തിയേറ്ററിൽ എത്തിച്ചത്. പക്ഷേ അതായത് താരമായിട്ടുള്ള മോഹൻലാലാണ് എന്നെ തിയേറ്ററിൽ എത്തിച്ചത്. പക്ഷേ സിനിമ നല്ലതാണെന്ന് പറയിപ്പിച്ചത് ആക്ടറായിട്ടുള്ള മോഹൻലാൽ. ആ സാധനം ഇല്ലെങ്കിൽ അടുത്ത പടത്തിൽ തിരിച്ചു വരാമെന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഹിറ്റ് പടം ഒരു ഇൻഡസ്ട്രിയിൽ ഇവരുണ്ടാക്കുന്നു എന്നുള്ളത് അത് ഫാൻസിനാണ് ഉപകാരപ്പെടുന്നത് കൂടുതൽ. നേരത്തെ പറഞ്ഞൊരു സംഗതിയാണ്, ഇപ്പം മമ്മൂക്ക അങ്ങനെ വലിയ മെഗാ കമേഴ്സ്യൽ ഹിറ്റില്ലാത്ത നീണ്ട കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരിക്കും തിരിച്ചുവരവ് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയുള്ള ഇടയിൽ വന്നൊരു സിനിമയാണ് മുന്നറിയിപ്പാണ്. സത്യത്തിൽ ആ സിനിമകൾക്കിടയിലൊക്കെ പെർഫോമർ എന്നുള്ള രീതിയിലും സ്റ്റാർ എന്നുള്ള രീതിയിലും പുള്ളി ഷൈൻ ചെയ്ത സിനിമ അതാണ്. കാരണം വെച്ചാൽ തിയേറ്ററിൽ എത്രത്തോളം വർക്കായി എന്നുള്ളതല്ല, തിയേറ്ററിൽ കണ്ടവർക്ക് പെർഫോമൻസ് വർക്കായി എന്ന് പറയുന്നൊരു വലിയ ഫാക്ടർ ഉണ്ടല്ലോ. എനിക്ക് അതിനുശേഷം മറ്റു പല പടങ്ങളും ഓക്കെ പടങ്ങൾക്ക് അപ്പുറത്ത് എനിക്ക് വലിയ കിക്ക് ഉണ്ടായ ഒരു പടം ഭീഷ്മപർവ്വമായിരുന്നു. ഭീഷ്മപർവ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ ഇപ്പം വിക്രവും ഭീഷ്മപർവ്വം ഇതേപോലെയാണ് തിയേറ്ററിൽ ഹെവി ഫീൽ ഉള്ളത്. പക്ഷെ അതിനുശേഷം സെലക്ഷൻ നോക്കിയാൽ നമുക്കറിയാം ഭീഷ്മപർവ്വത്തിന് ശേഷം അതേ വോൾട്ടേജിലുള്ള അത്ര തന്നെ മാസമായിട്ടുള്ള സിനിമയല്ല. ഇപ്പം നമ്മൾ രജനീകാന്ത് ജയിലറിന് ശേഷം ചെയ്യുന്നത് ആ ഡിസൈനിലായിരിക്കും. വിജയ് വലിയൊരു ഹിറ്റ് വന്നു കഴിഞ്ഞാൽ കമൽഹാസൻ അങ്ങനെ അല്ലാതിരുന്ന കമൽഹാസൻ ആഫ്റ്റർ വിക്രം അതേ ഡിസൈനിലുള്ള സിനിമകളിലേക്ക് വന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ 70+ ഉള്ള ഒരു ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ കൂടുതൽ പരീക്ഷ. ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ, ഇപ്പം ബസൂക്കയുണ്ട്, പിന്നെ ടർബോ ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭ്രമയുഗം ഒരു മോസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ആദ്യം കയറുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ മനുഷ്യന്റെ കുറെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ഇനി എന്താണ് അമ്പരപ്പിക്കാൻ പോകുന്ന ഒരു മൊമെന്റ് എന്നുള്ളത്. നമ്മുടെ ഭീഷ്മയുള്ള സമയത്ത് തന്നെ പെർഫോമർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം എടുത്ത് പറയുന്നത് നൻപകൽ നേരത്ത് മയക്കാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും റിസ്ക് എടുത്തിട്ടില്ല. കാരണം തിയേറ്ററിലേക്ക് ആളുകളെ ഇരട്ടിപ്പിക്കാവുന്ന ഈ 100 crore റേസിൽ
മുന്നിലേക്ക് കയറാൻ പറ്റുന്നതല്ല ഈ ലിസ്റ്റ് ഒന്നും. ഈ അതിങ്ങനെ ഈ പിക്ക് ചെയ്യുന്നൊന്നും കാരണം വെച്ചാൽ ഇപ്പം ഭ്രമയുഗം കൊണ്ടൊരു 100 crore ഇതായിരിക്കില്ല, നൻപകൽ കൊണ്ടായിരിക്കില്ല. ഇപ്പൊ പുഴു നമ്മളങ്ങനെ മെൻഷൻ ചെയ്യാത്തൊരു പടമാണ്. പുഴു കൊണ്ട് അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. പുഴു എനിക്കത് തിയേറ്ററിൽ കൂടി പ്ലാൻ ചെയ്തിരുന്ന സിനിമയാണല്ലോ, അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അങ്ങനെ ചെയ്യാതിരുന്ന ഒരു ആക്ടർ സ്റ്റാർ മലയാളത്തിൽ മോഹൻലാൽ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ അങ്ങനെ ഒരു സിനിമ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നേര് പോലത്തെ ഒരു സിനിമ വരുന്ന സമയത്ത് ഈ പറയുന്ന നേരത്തെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനിൽ തന്നെ കണ്ട കുറേ സിനിമകളുടെ മോഡലാണത്. ഈ പരാജയപ്പെട്ട നായകൻ തിരിച്ചു വരുന്നു, കോമൺ മാൻ ഫാക്ടർ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ ആണ്, അതായത് മെയിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കിടയിൽ അവർ തന്നെ അവരുടെ പെർഫോമറിനെ തിരിച്ചു പിടിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. അത് മറ്റ് ഇൻഡസ്ട്രി നോക്കുന്ന സമയത്ത് അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ഫഹദിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫഹദിന്റെ തുടർച്ചയായ തിയേറ്റർ ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഫഹദ് സെലക്ട് ചെയ്ത എല്ലാ സിനിമകളും തുടർച്ചയായിട്ട് ഫ്ലോപ്പ്. ഇപ്പോൾ മറിയം മുക്ക് പോലത്തെ ഒരു സിനിമയൊക്കെ കഴിഞ്ഞ സമയത്താണ് മഹേഷിന്റെ പ്രതികാരം വരുന്നത്. മഹേഷ് ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പിന് ശേഷം അവിടെയെല്ലാം നമ്മൾ ആക്ടർ ഫഹദ് എന്നുള്ള സ്റ്റാർ എന്നുള്ള ആക്ടർ മറ്റൊരു ലാംഗ്വേജിൽ പോയിട്ടും നമ്മൾ മാമന്നൻ പോലത്തെ സിനിമ കാണുന്ന സമയത്ത് പെർഫോമറിനാണ് അവിടെ കാണുന്നത്. ആ പെർഫോമർ എന്നുള്ളത് ലിസ്റ്റിൽ തന്നെയാണ് പുഷ്പ പോലത്തെ സിനിമയിലേക്ക് പുള്ളി പിക്ക് ചെയ്യപ്പെടുന്നത്. പുഷ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സോ കോൾഡ് ഡിസൈനിലുള്ള സിനിമയാണ്. അപ്പോൾ ഇവിടുന്ന് പെർഫോമറിനെയാണ് ഒന്നാം പരിഗണന കിട്ടുന്നത് എന്നുള്ളൊരു ഫാക്ടർ എപ്പോഴും ഉണ്ട്. മലയാള ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു പെർഫോമറിനെ ആളുകൾ നോക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്നുള്ളത്. അപ്പം അതിൽ ഈ പറയുന്ന മമ്മൂക്കയുടെ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. ഒരു സൂപ്പർ സ്റ്റാർ എടുക്കുന്ന ഒരു കോള് അതെങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇപ്പം പുള്ളിയുടെ തന്നെ സ്വന്തം കമ്പനിയിലാണ്. അപ്പം കുറെ 100 കോടി പടങ്ങളാണ് വേറെ രീതിയിൽ തിയേറ്ററിന് പറ്റിയത് എന്ന് ചിന്തിക്കാമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിന്റെ ബിസിനസ് അങ്ങനെയാണല്ലോ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ അദ്ദേഹത്തിന് അറിയാം. ഞാൻ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞൊരു സിനിമ മൂപ്പരുടെ അടുത്ത് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം ചെയ്യില്ല. കാരണം മലയാളം ഇൻഡസ്ട്രിയുടെ ചരിത്രം, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ നുവാൻസസ് എല്ലാം അറിയാവുന്ന ഒരാള് ഇങ്ങനത്തെ സിനിമയല്ല ഇവിടുത്തെ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷെ നേരത്തെ കാണും. അതുകൊണ്ടായിരിക്കാം ഭ്രമയുഗം അല്ലെങ്കിൽ ഇപ്പം നൻപകലൊക്കെ ചെയ്യാൻ ഇത്രയും റെഡി ആയിട്ട് മുന്നോട്ട് വരുന്നത്. കാതൽ ചെയ്യാൻ, കാതൽ എനിക്ക് ഏറ്റവും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറയാണ്. പക്ഷേ എനിക്ക് ബഹുമാനം തോന്നിയ ഒരു കാര്യം, GCCയിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഒരു സമയത്ത് കുറേ കാലമൊക്കെ വന്നുകൊണ്ടിരുന്നത്. അവിടെ ബാൻ ചെയ്ത സിനിമയാണ്. അപ്പം അവർ നേരത്തെ കണ്ടിട്ടുണ്ടോ അവിടെ ഓടില്ല എന്നുള്ളത് അറിയാം. എന്നാലും ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ഇഫ് എ സ്റ്റാർ ഇസ് റെഡി ടു, അപ്പോൾ അത് വേണ്ടാന്ന് വെക്കുകയാണ്, ആ പൈസ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അയാൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. അയാൾക്ക് ഡെഫിനറ്റ്ലി ബാക്കി എല്ലാവരിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ട് നമുക്ക് തോന്നുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പിന്നെ അദ്ദേഹത്തിന് അറിയാം ഇവിടെ ഏതൊക്കെ പടങ്ങളാണ് ഓടുക എന്നുള്ളത്. ആ ഒരു അവയർനെസ് ഡെഫിനറ്റ്ലി അതിനകത്തുനിന്നും കൂടിയാണ് ഈ സിനിമ സെലക്ഷൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പക്ഷെ അതും ഒരു കോഴ്സ് കറക്ഷൻ അല്ലേ? ഇതൊരു കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഉണ്ടായ ഒരു ചേഞ്ച് ഇൻ ഡിസൈൻ അല്ലേ? പോസ്റ്റ് കോവിഡ് നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു സിനിമ ഉണ്ടായിരുന്നു എനിക്ക്, ജവാൻ ഓഫ് വെള്ളിമല. അത് ചെറിയ പടമാണ് എന്ന് പറഞ്ഞാൽ ബാക്കി ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന പലതും വെച്ച് നോക്കുമ്പോൾ വളരെ പൊളിഞ്ഞു പോയ പടമാണ്. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ആ കോൺസെപ്റ്റ് ഇഷ്ടമായിരുന്നു. എനിക്കൊരു ജസ്റ്റ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മാത്രം എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ഡെബ്യൂട്ടി ഡയറക്ടറാണ്. അതെ അതെ. അപ്പൊ അത് എത്ര വർഷം മുൻ, എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുന്നേ. അതെ അതെ അതെ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഹിന്റ് ഒക്കെ നമുക്ക് അന്നേ കാണാം. ഇപ്പൊ സെലക്ട് ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും പ്രൊജക്റ്റിലാണെങ്കിലും ഒരു വലിയ സിനിമ സെലക്ട് ചെയ്യാന്നുള്ള. ഇപ്പൊ ഭീഷ്മയുടെ കാര്യം പറയുമ്പോൾ ഭീഷ്മയിൽ സെക്കൻഡ് ഹാഫ് മുഴുവൻ മൂപ്പര് കിടക്കുകയല്ലേ, മൂപ്പർക്ക് എഴുന്നേറ്റ്. അപ്പം അവിടെ അത്രയും മതി എനിക്ക് അങ്ങനെ കിടന്നിട്ടും പെർഫോം ചെയ്യാമെന്ന് മൂപ്പർക്ക് അറിയാം. എനിക്ക് തോന്നുന്നു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അല്ലാതെ വെറുതെ അതിനകത്ത് ഇതിനകത്ത് അഭിനമിച്ച് ജീവിക്കുന്ന ഒരാളല്ല. ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങൾ സെലക്ഷൻ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, അതർവൈസ് ഒക്കെ ഒരു നോർമൽ പടം ആയിരിക്കുന്ന വിചാരിക്കുന്ന പടം പോലും ഇപ്പൊ അത് പുള്ളി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും തോന്നുന്ന രീതിയിലാകുന്നു. ഈ ആളുകളെ ചൂസ് ചെയ്യുന്നിടത്ത് പിന്നെ ഭൂതകാലം എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന ക്രിട്ടിക്കലി എക്സ്ക്ലെയിംഡ് ആയിട്ടുള്ള അന്ന് ആ OTT ശരിക്കും OTTക്ക് പറ്റിയ ഏറ്റവും നല്ല ഡിസൈനുള്ള ഒരു സിനിമ ചെയ്ത ആളെയാണ് അടുത്ത സിനിമയ്ക്ക് എഴുതിയത്. ഇപ്പം ജിയോ ബേബി, നമ്മൾ ജിയോ ബേബി ആയിട്ടൊരു കൊളാബറേഷൻ നമ്മൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാത്ത കൊളാബറേഷനാണ് വരുന്നത്. അത് അവർ ചെയ്യുമ്പോഴും അവിടെ എന്തെങ്കിലും ഒരു പുതിയതുണ്ട്. എന്റെ ഡിസൈൻ ഇപ്പം നമ്മളെപ്പോഴും തമിഴിൽ നോക്കി അറിയാം. തമിഴില് ഇപ്പം മറ്റേ നമ്മുടെ ഇത് പുലികേശിയൊക്കെ ചെയ്ത ഫിലിം മേക്കറിനോട് എനിക്ക് പറ്റിയ സിനിമ വിജയുടെ ഡിസൈനുള്ള സിനിമയ്ക്കാണ് ഇവരെല്ലാം കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറൊരു സിനിമയിലേക്ക് പലപ്പോഴും സ്വിച്ച് ചെയ്യാൻ പറ്റാറില്ല.
അതിന് പകരം ഇവർക്ക് വല്ല നിങ്ങളുടെ സിനിമ എന്നെ വെച്ച് ചെയ്യൂ, നിങ്ങൾക്ക് എന്നെ വെച്ച് ആലോചിക്കാവുന്ന എന്നിലെ പെർഫോമറെ, എന്നിലെ സ്റ്റാറിനെ, ആക്ടറിനെ ഒക്കെ ഉപയോഗിക്കാവുന്ന സിനിമ ചെയ്യൂ എന്ന് പറയുന്ന ഒരു കോൾ എടുക്കുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ല പക്ഷെ 50th ഒരാളുടെ കരിയറിലെ 50th ഇയർ ഇത്രയും ഒരു അടിപൊളി കൊല്ലം അല്ലെ, ആരെങ്കിലും 50th ഇയറിലൊക്കെ നമ്മൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഇയർ. അല്ല, എനിക്ക് റാൽഫ് ചോദിച്ചതിൻ്റെ എന്നുള്ള ആൻസർ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. മലയാളത്തിൽ പെർഫോമൻസസ് ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർഡം ഉണ്ടാവുന്നത്. അതാണ് മലയാളം, ഇപ്പം എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് എപ്പോഴും മലയാളത്തെക്കുറിച്ച് ഇത്ര ഹൈ ആയിട്ട് പറയാനുള്ള കാരണം. അത് മലയാളത്തിൽ ഏറ്റവും സ്റ്റാൾവേർട്സ് ആയിട്ടുള്ള രണ്ടുപേരായിരുന്നു മമ്മൂക്കയും ലാലേട്ടനും. അപ്പോൾ അവരത് അതിൻ്റെ ഒരു നല്ല മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ മാധുപ്പണ്ടാരം അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ രാജാവിൻ്റെ മകൻ ഒരു സമയത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മമ്മൂക്ക സൂപ്പർ ഹീറോ റോൾസ് ചെയ്യണതിൻ്റെ ഒപ്പം അമരോ അല്ലെങ്കിൽ അതിനുമുമ്പ് തനിയാവർത്തനോ അങ്ങനെ അതുപോലത്തെ ഉള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. അത് അവർ റീഡിസ്കവർ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളത്. മമ്മൂക്കയുടെ ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഉണ്ട അല്ലെങ്കിൽ പേരമ്പ്, സീസ് ലൈൻ ഓഫ് ഫിലിംസ്, പിന്നെ എത്ര ഇപ്പം ഭീഷ്മപർവമാണെങ്കിലും. പിന്നെ എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും അവരുടെ ഒരു ഏജോ അല്ലെങ്കിൽ അവരുടെ ഒത്തിരി സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് പോവാതിരിക്കുമ്പോഴാണ് മലയാളി ഓഡിയൻസ് കൂടുതൽ റെക്കഗ്നീഷൻ കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അവർക്കായിരിക്കും. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇപ്പം നേര് എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ ഒരു അത്ര വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള മറ്റേ കോട്ടിട്ട് എന്ന ആളെ രക്ഷിച്ച് കളയാമെന്നൊന്നും ഒരു പ്രഖ്യാപിക്കുന്ന ഒരു ക്യാരക്ടറിനെയല്ല ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിനൊരു ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു യങ്ങർ ലൈൻ ഓഫ് ആക്ടേഴ്സും അത് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിവിൻ്റെ കാര്യം ഞാൻ പറയാറുണ്ട്. ഇപ്പം 1983 എന്ന് പറഞ്ഞ സിനിമ നിവിൻ്റെ തുടക്കത്തിൽ ചെയ്യണതാണ്. അതിനകത്ത് 10 വയസ്സുള്ളൊരു കുട്ടിയുടെ അച്ഛനായിട്ടാണ് നിവിൻ അഭിനയിക്കുന്നത്. ഇപ്പോൾ 2018 ടൊവിനോയുടെ ക്യാരക്ടറിന് ഒത്തിരി വലിയ ഹീറോയിസം ഒന്നുമില്ല. അതുപോലെ ഇപ്പോൾ ആസിഫ് അലി കെട്ടിയോളാണ് എൻ്റെ മാലാക ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ദുൽഖറിന് എന്താ പറയുക സ്റ്റാർ കിഡ് ആണ്. വേറെയുള്ള എന്താ പറയുക ലോഞ്ചൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഇപ്പം സെക്കൻഡ് ഷോ പോലെയുള്ളൊരു സിനിമയിൽ ലോഞ്ച് ചെയ്യണം. അപ്പം അത് ഞാൻ പറഞ്ഞാൽ അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലസ്. മലയാളം ബാക്കിയുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് വ്യത്യാസമാവുന്നത് ഈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോൾസ് ചെയ്താലേ ഒരു സ്റ്റാർഡം വരുള്ളൂ എന്നുള്ളത് മിക്കവാറും ആക്ടേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഈ മലയാളം സിനിമ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ അന്യഭാഷ സിനിമകളിലും ഇതെല്ലാം കാണുന്നതാണല്ലോ. അതിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സിനിമകൾ അല്ലെങ്കിൽ സിനിമ ഏതായിരിക്കും ഈ 2023 കണ്ടതിൽ? പറഞ്ഞ പോലെ തുടക്കത്തിലുള്ള കുറേയൊക്കെ മറന്നു. പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിത്ത ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അതുപോലെ ഹിന്ദിയിൽ ഇപ്പോൾ എന്താ പറയുക ലേറ്റസ്റ്റ് 3 of Us കണ്ടിരിക്കുന്നത് കൊണ്ട് അതാണ് പെട്ടെന്ന് അതിലേക്ക് വരുന്നത്. പക്ഷേ 3 of Us ടെക്നിക്കലി 2022 എങ്ങനെയാണ് മാച്ച് ബോക്സ് അന്ന് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അങ്ങനെ ചിത്തായിരുന്നു ഒരു അങ്ങനത്തെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്. ഗുഡ് നൈറ്റ് ഇയർ അത് വർക്കായതായിരുന്നു. അങ്ങനത്തെ പറഞ്ഞ പെട്ടെന്ന് അങ്ങനെ ഓർത്ത് ഇതാകുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ 3 of Us ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടുകൊണ്ട് 3 of Us എനിക്ക് തോന്നി. പിന്നെ ലൈഫ്സ് ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഉണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഹോൾഡ് ഓവേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫിലിം എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫിലിമാണ്. പിന്നെ തമിഴിൽ ചിത്ത തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് അത്രയും ഗുഡ് നൈറ്റും ഡാലിയൊന്നും എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല, പക്ഷെ ചിത്ത ഐ തോട്ട് വാസ് ഗ്രേറ്റ്. ഗുഡ് നൈറ്റ് എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ പോയി കണ്ടിട്ട് കൊള്ളാതെ സാധനം ആ ഒരു സംഭവം. ഞാനിപ്പോൾ ഇവിടെ പറയാത്തൊരു മലയാളം സിനിമയുണ്ട്, ഡോണിൻ്റെ ഫാമിലി. അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ നൻപകലിൻ്റെ ഒപ്പം ചേർത്ത് വെക്കുന്നത്. നൻപകൽ ഫാമിലി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരുപടി താഴെ പറയാം. ഡോൺ അപ്പോൾ ഞാൻ നൻപകൽ ജസ്റ്റ് ഒരു പടി താഴെ വയ്ക്കുക. ഡോണിൻ്റെ പടമാണ് എൻ്റെ ഈ വർഷത്തെ, കഴിഞ്ഞ വർഷം ഞാൻ കണ്ട സിനിമയാണ്, പക്ഷേ 2023 എന്ന് പറയാം. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും
ഹൈദ് എന്നൊരു ഇന്ത്യൻ ഫിലിം എന്ന് പറഞ്ഞ ഫാമിലി തന്നെയാണ്. 2024 റിലീസ്. അതുപോലെ ഒരു ഗുജറാത്തി ഫിലിമുണ്ട്, കായോ കായോ കാലോ എന്ന് പറഞ്ഞ. അത് ഷാറൂഖ് ഖാൻ ചാവ്ഡ എന്ന് പറഞ്ഞിട്ടൊരു ഗുജറാത്തി ഫിലിം മേക്കർ ചെയ്ത സിനിമ. അത് റോട്ടർഡാമിൽ പ്രീമിയർ ചെയ്തു. അത് കഴിഞ്ഞ് മാമിയിലും ഇവിടെ IFFKയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഫോളോവർ, ഹർഷാദിൻ്റെ ഫോളോവർ, പിന്നെ അങ്ങനെ കുറേ സിനിമകളുണ്ട്. ഞാൻ ഫെസ്റ്റിവൽസിൽ ഡിസ്കവർ ചെയ്ത ഒരു പറ്റം സിനിമകളുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്ററിക്കൽ റിലീസസ് കണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു സൈഡിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഒരു ഫിലിം ക്രിറ്റിക് എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തരുന്നത് ഇതൊക്കെയാണ്. പലതും എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ പലതും നമ്മൾ സ്ക്രീനേഴ്സ് വഴിയാണ് കാണുന്നത്. തിയേറ്ററിൽ പോയി തന്നെ കാണാൻ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തരുന്ന സിനിമ. തമിഴിൽ ആണല്ലോ നമ്മൾ പെട്ടെന്നുള്ള ഒരു നോട്ടം വരുന്നത്. അപ്പം അതിൽ ചിത്തയാണ് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് അങ്ങനെ ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ അത് സ്പ്രെഡ് ചെയ്യുന്ന മെസ്സേജും ഒക്കെ വളരെ വാലിഡ് ആയതുകൊണ്ടും ഇമോഷണലി ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തതുകൊണ്ടും ചിത്ത അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറയാനുള്ളത് ജിഗർദണ്ഡയാണ്. ജിഗർദണ്ഡ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഹെവി ഫീലിൽ ഇറങ്ങി വന്ന, ഞാൻ എന്തോ ഒരു വലിയ കാര്യം കണ്ടു എന്നുള്ളൊരു ഫീല് തന്ന, അങ്ങനത്തെ ഒരു കിക്ക് തന്നൊരു പടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അധികം സെലിബ്രേറ്റ് ചെയ്യാതെ, മെയിൻ സ്ട്രീമിൽ അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത കുറച്ച് സിനിമകളൊക്കെ അതിൽ മട്ടി കി സൈക്കിൾ എന്നൊക്കെ പറയുന്നൊരു സിനിമയൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ഈ ബുക്ക് മൈ ഷോയിലും ഒക്കെ ഈ ആഴ്ച റിലീസാവുന്ന പല സിനിമകളുടെയും ട്രെയിലറുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ ജം പോലത്തെ പടങ്ങൾ കിട്ടും. ഈ ഇപ്പം ഡങ്കി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്ക് അധികം എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാതിരുന്നതിൻ്റെ കാര്യം, ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ കുറേ പടങ്ങളുടെ ഇതുപോലെ ട്രെയിലറുകൾ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഗുജറാത്തി പടത്തിൻ്റെ ഒരു ട്രെയിലർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് അറിയാത്ത കുറച്ച് ആളുകൾ അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതാണ് അതിൻ്റെ ട്രെയിലറിൽ കിട്ടിയ തീം. അപ്പോൾ അതെനിക്ക് ആ ട്രെയിലറിൽ അവർ പറഞ്ഞ കുറച്ച് ഹ്യൂമർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തീം ഭയങ്കര സിമിലർ ആയല്ലോ എന്നുള്ളതാണ് എനിക്ക് ഡങ്കിയിലൊരു അത്ര സംഭവമായിട്ട് തോന്നാഞ്ഞ്. അങ്ങനെ കുറേ ഭാഷകളിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിലിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മട്ടി കി സൈക്കിളാണ്. പിന്നെ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു ഹോളിവുഡ് പടം പറഞ്ഞാൽ ഈ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. അത് വേറൊരു സാധനമായിരുന്നു. അങ്ങനത്തെ കുറേ സിനിമകൾ ഉണ്ട്. അത് ഫുൾ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കേണ്ടി വരും ഏതൊക്കെ പടങ്ങളായിരുന്നു. ലിസ്റ്റ് ഭയങ്കര കൂടുതലാണ്, പലതും മറന്നുപോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടത് 3 of Us ആണ്. അത് ഭയങ്കര ഫാസിനേറ്റിംഗ് സിനിമയാണെന്ന് തോന്നുന്നു. 12th ഫീൽ നല്ലതായിരുന്നു. യെല്ലോ അതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, സൈഡ് ബി, അത് നല്ല സിനിമയായിരുന്നു. പിന്നെ ഇംഗ്ലീഷിലെ അനാറ്റമി ഓഫ് എ ഫോൾ ഇതായിരുന്നു. 4 Daughters നല്ലതായിരുന്നു. ദ ഡെലിൻക്വൻസ് നല്ലതായിരുന്നു. ഒത്തിരി സിനിമകളുണ്ട് ഈ വർഷം അടുത്തിടയ്ക്ക് കണ്ടത്. ബാക്കിയുള്ള സിനിമകൾ മറന്നുപോയി. കന്നഡ പറഞ്ഞുകൊണ്ട് ഈ സപ്തസാഗര അത് ഗംഭീരമായിരുന്നു. അതിൻ്റെ കൂടെ രാജ്ബി ഷെട്ടിയുടെ വേറൊരു പടം കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സ്വാതി മുത്തിന് മാലഹാണി. അത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റി. അവിടെ ചെന്ന് അല്ലല്ല, അവിടെ ഞാൻ മംഗലാപുരത്ത് പോയപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതിന്റെ ലാസ്റ്റ് അവിടെ പാർട്ട്ണർ അവളെ കാണാൻ പോകുന്നത് കോയമ്പത്തൂര് ഓപ്പൺ ഹൈമർ കാണാൻ വേണ്ടിയിട്ട് ഈ ടോബി എനിക്ക് ഈ പറഞ്ഞ പോലെ വർക്കായ ഒരു പടമാണ്. അങ്ങനത്തെ കുറച്ച് പടങ്ങൾ കന്നഡ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് ചില സിനിമയൊക്കെ കാണുമ്പോൾ. അതായത് മാസിന്റെ അല്ല, ഇത് പഴയ ജയറാമിന്റെ ഒക്കെ ഏതോ ഒരു പടം പോലെയൊക്കെ എനിക്ക് ഈ സ്വാതി മുത്തിന് മാലഹാനി ആ സിനിമ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. നമ്മുടെ അതിൻ്റെ പേരെന്തായിരുന്നു, പുള്ളി ഒരു പാട്ടൊക്കെ പാടുന്നത് ചിത്രശലഭം എന്നൊക്കെ പറയുന്ന പോലത്തെ സിനിമ, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം അവർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു റിലീസ് സ്ട്രാറ്റജി ഇനിയെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രി പ്രോപ്പർലി കൊണ്ടുവരണം എന്നുള്ളത്. ലൈക്ക് എത്ര സിനിമ ഒരാഴ്ച റിലീസ് ചെയ്യണം. കാരണം ഇതിപ്പം റിവ്യൂവേഴ്സിനെ കുറ്റം പറയുന്ന ഞാൻ ഇത് പറഞ്ഞൊരു സാധനമായിരുന്നു. അതായത് ബ്രീത്തിങ് സ്പേസ് തരുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ റിവ്യൂ എഴുതുന്നതിനെ പറ്റിയിട്ട് അവർ പറയുന്നത്. പക്ഷേ ഈ ആഴ്ച 7 സിനിമ ഇറക്കുന്നു, അതേ ആ വെള്ളിയാഴ്ച തന്നെ അടുത്ത ആഴ്ച 8 സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് അവർ പറയുമ്പോൾ ബ്രീത്തിങ് സ്പേസ് തരാത്തത് ആരാ? അതായത് ഈ 7 സിനിമയും പൊട്ടും എന്ന് അവർ ഇൻഡസ്ട്രിക്ക് തന്നെ ഉറപ്പാണ് എന്നുള്ളത് അവർ പറയാതെ പറയല്ലേ ചെയ്യുന്നത്. അടുത്ത വെള്ളിയാഴ്ച 5 പടം ഇതുണ്ട്, ഓൾറെഡി 2 പടം നല്ലപോലെ ഓടുന്നുണ്ടാവും. അപ്പോഴായിരിക്കും 7 സിനിമ ഈ വെള്ളിയാഴ്ച ഇറക്കുന്നത്. എന്നിട്ട് പറയുന്നു അടുത്ത ആഴ്ച 4-5 പടം ഇനിയുണ്ട്. അപ്പം എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു റിലീസ് സ്ട്രാറ്റജി തീരെ ഇല്ല ഈ ഇൻഡസ്ട്രിക്ക്. അതൊരു
വലിയ പ്രശ്നമാണ് 2024. ഇപ്പം ഈ കൊല്ലത്തിനെ പറ്റി ഇനിയിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ലിസ്റ്റൊന്നും വന്നിട്ടില്ലല്ലോ. ഫൈനൽ ഇയർ എൻഡ് സാധനം അന്നേരം വരും ഇത്ര കോടി നഷ്ടം, ആകെ ഇത്രേ കറക്റ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ കോടി നഷ്ടം വരുന്ന എങ്ങനെയാണ്? ഇപ്പൊ 246 സംതിങ് പടങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമ്മളിപ്പം 5 പടങ്ങളാണ് ബ്ലോക്ക് ബസ്റ്ററും വേറൊരു 5 പടം ഹിറ്റ്, അങ്ങനെയാണ് പറയുന്നത്. ആകെ വിരലിലുണ്ടാവുന്ന സിനിമകളെ വർക്ക് ആവുന്നുള്ളൂ. 246 സിനിമ റിലീസാവുന്നുണ്ട്. ഒരു റിലീസ് സ്ട്രാറ്റജി പ്രോപ്പർലി കൊണ്ടുവരിക എന്നുള്ളതല്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഇൻഡസ്ട്രിക്ക് ഇപ്പം സർവൈവ് ചെയ്യാൻ ഏറ്റവും വേണ്ട. ഈ നഷ്ടത്തിൻ്റെ കണക്ക് പറയുമ്പോൾ നഷ്ടം വരുത്തി വെക്കുന്നതാണ്, അല്ലാതെ ആ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. വെറുതെ ഇപ്പം പണ്ടത്തെ പോലെ ആളുകൾ സിനിമ തിയേറ്ററിലേക്ക് വരുന്നില്ല. ലൈക്ക് നെറ്റ്ഫ്ലിക്സും പ്രൈമും ഈവൻ നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ റീൽസ് എടുത്ത് കാണാം. അത്രയും ഇതുള്ള സമയത്ത് കുഴപ്പമില്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്ന സാധനങ്ങൾ എടുത്ത് സിനിമയാക്കുകയാണ്. ലൈക്ക് കുഴപ്പമില്ല ഇനി ആക്സെപ്റ്റബിൾ അല്ല. ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം സാധനം അടിപൊളിയാണോ എന്നുള്ളത് തന്നെയാണ്. അതെന്നെ കണ്ടിരിക്കാമോ ഒക്കെ തന്നെ ഒരു വേറൊരു ഇത് പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4 മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലി ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ വേർ മിനിമം 1000 രൂപ ചിലവാണ് മിനിമം. അവരെ ടൈം പോകുന്നുണ്ട്, ബാക്കി ചിലവുകൾ വേറെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു മോശം സിനിമയും കൂടെ ആയിക്കഴിഞ്ഞാൽ ആ ഫാമിലി ആ ഒരു മാസം പോവില്ല. ആ മാസം എന്നല്ല, ചിലപ്പോൾ ഇനി അടുത്ത ആളുകൾ പറഞ്ഞ് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു നേരിനെ പറ്റിയിട്ട് എല്ലാവരും പറയുമ്പോൾ അങ്ങനെ ഒരു ഫ്ലോപ്പ് പടം കണ്ട ഫാമിലി അപ്പോഴേ പോകണോ വേണ്ടയോ എന്ന് തന്നെ തീരുമാനിക്കുള്ളൂ. അപ്പം ഇൻഡസ്ട്രി തന്നെയാണ് ഒരു തരത്തിൽ ഇൻഡസ്ട്രീൻ്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്താ പറയുക, ഏത് സിനിമയാണ് ഇപ്പം കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം റാഹേൽ മകൻ കോരയുടെ പേരിൽ ഇവിടെ വിവാദം മുഴുവൻ ഉണ്ടായ സമയത്താണ് പലരും ചോദിക്കുന്നത് അങ്ങനെ ഒരു സിനിമ ഇറങ്ങി. ഇങ്ങനെ കുത്തൊഴുക്കാണ് പടങ്ങളുടെ. അതാണ് എനിക്ക് 2024 ആഗ്രഹിക്കുന്ന സാധനം. അതാണ് ഒരു റെഗുലേഷൻ വേണം. ഇത് ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം. എന്താ പറയുക, സ്ക്രീന് ഡിവൈഡ് ചെയ്യുന്നതും എങ്ങനെ ഇറക്കണം എന്നുള്ള ഈ സ്റ്റാർസ് തന്നെ ഒന്ന് ചിന്തിക്കണം. ഇത് കമ്മിറ്റ് ചെയ്യുന്നതിന് ഒരു ഇതുണ്ടല്ലോ. അതാണ് എനിക്ക് 2024 നമുക്ക് റിലീസ് ആവുന്ന പടത്തിനേക്കാൾ കൂടുതൽ റിലീസ് ആകാതെ വെക്കേണ്ട പടങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടി ഇങ്ങനെ ചവറ് പോലെ സിനിമ ഇറങ്ങുമ്പോൾ, ചവറ് പോലെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ഒരാഴ്ച 10 പടം 12 പടമൊക്കെ വരുന്നു. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ 8-10 എവിടെ കൊണ്ട് വെക്കണമെന്നറിയില്ല. ആ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് തിയേറ്ററിൽ പോകുന്നത് ഞാൻ ചിന്തിക്കും എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ അഥവാ ഒരു നല്ല സിനിമ ഉണ്ടെങ്കിൽ അത് അറിയാതെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം എനിക്കൊന്ന് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ്. കാരണം ഈ OTTയിൽ കൊടുത്താൽ പൈസ ആക്കാം എന്ന് പറഞ്ഞ് പല പ്രൊഡ്യൂസേഴ്സിനെയും ചാടിക്കുന്നു എന്ന് എനിക്ക് പല സിനിമയും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ബിസിനസ് സൈഡ് തിയേറ്ററിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, നമുക്ക് OTT പിടിക്കാമെന്ന്. കാരണം നമ്മുടെ അടുത്ത് പല പ്രൊഡ്യൂസേഴ്സും ഈ റിവ്യൂ ഇട്ട് കഴിയുമ്പോൾ ചിലർ വിളിക്കും. അപ്പോൾ അവർ പറയുന്ന OTT ഒന്നും ആയിട്ടില്ല, ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാമോ എന്നുള്ളതാണ് കാര്യം. ഈ നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്ലാറ്റ്ഫോമിൽ വരുന്ന റിവ്യൂസും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് കാണുന്നുണ്ട്. അവരതിനും കൂടി അനുസരിച്ചിട്ടാണ് പടം എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അതും ഇപ്പോൾ വേറൊരു പ്രശ്നമാണ്. OTT കച്ചവടം മുടക്കുന്നവരായി റിവ്യൂവേഴ്സ് മാറുന്നത്. എനിക്കൊന്നും ഈ റിവ്യൂവേഴ്സിൻ്റെ പുറത്ത് നെഞ്ചത്ത് കയറുന്നതിൻ്റെ ഒരു വലിയ കാരണം OTT കച്ചവടത്തിനെ കൂടി ബാധിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പം എന്താണ് അങ്ങനെ പറ്റിക്കപ്പെട്ട പ്രൊഡ്യൂസേഴ്സിൻ്റെ പടങ്ങളെല്ലാം കഴിഞ്ഞ വർഷം ഇട്ട് തീർത്തു എന്ന് തോന്നുന്നു. കാര്യം കഴിഞ്ഞ വർഷം അവസാനത്തെ 2 മാസം ഇട്ട പടങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അത്രയും വലുതാണ്. കോവിഡ് സമയത്തൊക്കെ ഉണ്ടാക്കിയ സിനിമകളെല്ലാം ഇട്ട് തീർന്നിട്ടുണ്ടാവും. അപ്പം ഇനിയിപ്പോൾ ഡീസൻറ്റ് പടങ്ങൾ മിച്ചം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. 2023 ഏറ്റവും കൂടുതൽ ഈ റിവ്യൂവേഴ്സ് ക്രൂശിക്കപ്പെട്ട ഒരു വാഗ്പോരൊക്കെ നടന്ന ചാനൽ ചർച്ചകൾ എല്ലാം സജീവമായ വർഷമായിരുന്നു. 2024 എന്താണ് എല്ലാം നന്നായി വരട്ടെ. താങ്ക് യു.